നമ്മുടെ ആരോഗ്യരംഗത്ത് ലോകോത്തര നിലവാരമുള്ള മികച്ച നിലവാരമുള്ള ചികിത്സ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രധാനപ്പെട്ട സ്വകാര്യ ആശുപത്രികളിൽ വിദേശ നിക്ഷേപത്തെ സ്വാഗതം ചെയ്യുന്നത്. ഒരേ സമയം സാധ്യതകളും വെല്ലുവിളിയും ഇത് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഡോക്ടർ സഹദുള്ള സർ, കഴിഞ്ഞ 20-ലേറെ വർഷങ്ങളായി തിരുവനന്തപുരത്തും തൊട്ടടുത്ത ജില്ലകളിലുമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ചികിത്സയ്ക്ക് കിംസ് ഒരു ആദ്യ ഓപ്ഷൻ എന്ന് തന്നെ പറയാം. കിംസ് ഹെൽത്തിൻ്റെ 85% ഓഹരികളും ബ്ലാക്ക് സ്റ്റോൺ ഉടമസ്ഥതയിലുള്ള ക്വാളിറ്റി കെയർ ആണ് നിക്ഷേപിച്ചിരിക്കുന്നത്. ഡോക്ടർ, ഇത്തരത്തിൽ ഒരു തീരുമാനം എടുക്കുമ്പോൾ മുന്നിൽ കാണുന്ന സാധ്യതകൾ എന്തെല്ലാമാണ്? 25 വർഷമായി ഈ പ്രൈവറ്റ് സെക്ടറിൽ ഈ ഹോസ്പിറ്റൽ തുടങ്ങിയത്. അപ്പോൾ ആ ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് അത് അന്ന് ഇത്രയും വലിയ ഒരു ഗ്രോത്ത് ഉണ്ടാകുമെന്നോ ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. ചില ഐഡിയോളജിയുടെ പേരിലാണ് ഈ ഹോസ്പിറ്റൽ തുടങ്ങിയത്. കാര്യം വെച്ചാൽ പല വിധത്തിലും വെളിയിൽ നിന്ന് ഞാൻ പോയിരുന്ന കണ്ടു പഠിച്ച പല സാധനങ്ങളും പല കാര്യങ്ങളും ഇവിടെ ചെയ്യാൻ പറ്റും. അത് നമ്മുടെ ഒരു സെറ്റപ്പിൽ പലർക്കും കിട്ടുന്നില്ല. അത് എങ്ങനെ അവർക്ക് ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ട്രാൻസ്പ്ലാന്റ്, നല്ല ക്രിട്ടിക്കൽ കെയർ. അപ്പോൾ അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് കിട്ടാത്തൊരു കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവരും. അപ്പോൾ അതായിരുന്നു ഒരു ഐഡിയോളജിക്കലായിട്ടുള്ള ഇത്. അങ്ങനെ ഗ്രോത്ത് വന്നപ്പോൾ ഡെഫിനറ്റായിട്ട് എല്ലാ വിധത്തിലുള്ള ഇൻഡസ്ട്രിയിലും ഇതർ ഒരു ഗ്രോത്ത് ഉണ്ടാകുക അല്ലെങ്കിൽ പെരിഷ് എന്നുള്ളതാണ് അതിൻ്റെ ഐഡിയ. അപ്പോൾ വി വിൽ ലുക്ക് ഫോർ മോർ ക്യാപിറ്റൽ ആൻഡ് ക്യാപിറ്റൽ വിൽ കം ഇൻ ആൻഡ് ദ ഗ്രോത്ത് കണ്ടിന്യൂ ടു ഹാപ്പൻ. ഇന്ന് ഇന്ത്യയിൽ ജനറലായിട്ട് നോക്കിയാൽ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്തുകൊണ്ട് ഹെൽത്ത് കെയറിൽ വന്നു എന്നുള്ള കാര്യം ചോദിക്കാം. ആൻഡ് നാച്ചുറലി ഇത് വന്നത് ബാക്ക് ഡോറിൽ കൂടെ ഒന്നുമല്ല, ഫ്രണ്ട് ഡോറിൽ കൂടെയാണ്. ബിക്കോസ് ഗവൺമെൻറ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിൽ പാസ്സാക്കിയ ബില്ല് കാരണം ഡയറക്റ്റായിട്ട്, അതും 100% ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത് ഹെൽത്ത് കെയറിൽ. ഇൻഫാക്റ്റ് ഫാർമസിയിൽ ഓൺലി അബൌട്ട് 74%, ബയോടെക്നോളജിയിൽ 74% ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഗ്രോത്ത് ഇന്ത്യയിലുണ്ടായി. 25 ഇയേഴ്സും ഇപ്പോഴും കൂടെ ഞാൻ നോക്കുകയാണെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് തന്നെ ഒരുപാട് ഉണ്ടായി. സോ നാച്ചുറലി എല്ലാ ഇൻഡസ്ട്രീസും അതിലും ഗ്രോത്ത് ഉണ്ടായി, ഇൻഫ്ലേഷൻ ഉണ്ടായി. അപ്പോൾ അതേപോലെ ഹെൽത്ത് കെയറിലും ഗ്രോത്ത് ഉണ്ടായി. ആ ഗ്രോത്തിൻ്റെ കൂടെ വി ഓൾസോ ഗ്രൂ. പക്ഷേ ഒരു സ്റ്റേജ് വരുമ്പോൾ ഒരു വലിയ ഗ്രോത്ത് വന്നിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും അത് ഇൻഹെറിറ്റ് ചെയ്ത് നടത്താനായിട്ടോ എല്ലാമുള്ള സാധ്യതകൾ നമ്മൾ നോക്കും. ഞാനിപ്പോൾ 25 ഇയേഴ്സായിട്ട് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു സാധ്യത പിന്നെ ഒരു ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടതല്ല. അപ്പോൾ ഒന്നുകിൽ വി ഹാവ് ടു ഗോ ഫോർ IPO, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിഗർ പ്ലെയറിനെ നമുക്ക് അവിടെ കൊണ്ടുവരേണ്ടി വരും. ബിക്കോസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു ഗ്രോത്ത് കഴിയുമ്പോൾ. അപ്പോൾ അങ്ങനെ ആണ് ഇപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പലതും വന്നിട്ടുള്ള ഇന്ത്യയിൽ. ആൻഡ് ഇത് പലരുടെയും സ്റ്റോറി ഇതാണ്. കേരളത്തിൽ വരാൻ കാരണം, കേരളത്തിൽ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് പ്രൈവറ്റ് ഇക്വിറ്റി എന്ന് വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ഇൻഡിസസ്, ഹെൽത്ത് കെയർ ഇൻഡിസസ് വളരെ നല്ലതാണ്. ആൻഡ് നല്ലതുകൊണ്ട് ചീത്തയുണ്ട്. നല്ല ഇൻഡിസസ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് ഇറ്റ്സ് 5 ഈസ് ദ ലേറ്റസ്റ്റ് വാല്യൂ, 5/1000 ലൈഫ് ബർഡ്സ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് 5.5 ആണ് അമേരിക്കയിൽ. സോ അതിനേക്കാളും ബെറ്ററാണ്. മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇന്ത്യയിൽ നമ്മളിപ്പോൾ 18 or 20 ആണ് ഇവിടെ. ഇന്ത്യയിലെ ജനറൽ നാഷണൽ ലെവലിൽ നോക്കുകയാണെങ്കിൽ 88 ആണ്. സോ പല വിധത്തിലും നമ്മുടെ ഏജിങ്ങിൻ്റെ ലോങ്ങിവിറ്റി ഓഫ് ലൈഫ് നോക്കുകയാണെങ്കിൽ ഇവിടെ 78-79 ആണ് കേരളത്തിൽ. ഇന്ത്യൻ ആവറേജ് ഈസ് ബിലോ 70. അപ്പോൾ പല വിധത്തിലും നമ്മൾ വളരെ ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. നേരത്തെ ഉള്ള ഹെൽത്ത് കെയറിൻ്റെയും നമ്മുടെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റത്തിൻ്റെയും റിയലായിട്ടുള്ള ഇമ്പാക്റ്റ് കൊണ്ട് തന്നെയാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ടെർഷറി കെയറും എല്ലാം വരുമ്പോഴത്തേക്ക് അതേപോലുള്ള ഒരു ലെവൽ ഓഫ് ഗ്രോത്ത് ഉണ്ടാകാത്തത് കൊണ്ടാണ്. പക്ഷേ കേരളത്തിലെ ഒരു ബേസിക്കായിട്ടുള്ള ഹെൽത്ത് കെയറിൻ്റെ അവയർനെസ്സും അതുപോലെ തന്നെ നമ്മുടെ ലിറ്ററസി റേറ്റ്
പിന്നെ NRI എല്ലാം വെളിയിൽ പോയിട്ട് ഇഷ്ടംപോലെ വന്നിട്ട് അവർക്ക് ദേ ഹാവ് എ ബെറ്റർ ഡിമാൻഡ് ഫോർ ഹെൽത്ത് കെയർ. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ആൻഡി ഇൻസ്റ്റിറ്റ്യൂട്ട് പോലെ വരുന്ന ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് വന്നു. ആൻഡ് ദേ ഹാവ് ആൻഡ് ദർ ഓൾസോ പാർഷ്യൽ പേയ്മെൻറ്റ് ഹാസ് ടു ബി ഡൺ. സോ ദി ഹെൽത്ത് കെയർ പ്രൈവറ്റ് സെക്ടറിൽ ഈ ഐഡിയ വെച്ചിട്ടാണ് ഈ ഗ്രോത്ത് ഉണ്ടായത്. മറ്റ് നമ്മുടെ രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ചുകൊണ്ട് ഈ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ കേരളം ഒരു പ്രിയപ്പെട്ട ഇടമാകുന്നത് എന്തുകൊണ്ടാണ് കേരളം ഒരു അത്തരത്തിലൊരു മാർക്കറ്റായി മാറുന്നത്? ഡോക്ടർ സൂചിപ്പിച്ച പോലെ രോഗാതുരത കൂടുതലുള്ളതുകൊണ്ടാണോ, അതോ ചികിത്സയ്ക്ക് പണം ചിലവാക്കുന്നതിൽ നമ്മൾ മലയാളികൾ മടി കാണിക്കാത്തതുകൊണ്ടാണ്? എന്തെല്ലാം ഫാക്ടേഴ്സ് ആയിരിക്കും ഇത്തരം കോർപ്പറേറ്റ് സെക്ടറുകൾക്ക് നമ്മളിൽ ഇത്ര ഇൻട്രസ്റ്റഡ് ആവാൻ കാരണം മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച്? ഞാൻ സഹദുള്ള സാറ് പറഞ്ഞ ഒരു പോയിൻ്റ് ഉണ്ട്. ഇപ്പം നമ്മൾ കേരളം കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെ കാലമായിട്ട് ആരോഗ്യ സൂചികകളിൽ കുറേ നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. അത് പ്രധാനമായിട്ടും മരണനിരക്കിൽ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ്, അതുപോലെ ആയുർദൈർഘ്യം. അത് തിരുവിതാംകൂർ ആയിരുന്ന കാലഘട്ടത്തിലും ബ്രിട്ടീഷ് ഭരണത്തിലുണ്ടായിരുന്ന മലബാറിലും ഒക്കെ തന്നെ അന്നത്തെ കണക്കുകൾ നോക്കിക്കഴിഞ്ഞാൽ ആ രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിച്ചതായി കാണാം. പക്ഷേ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ടുള്ള ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ, ഒരു വശത്ത് ഈ നേട്ടങ്ങൾ തുടരുന്നതോടൊപ്പം തന്നെ ഏറ്റവും വലിയ വെല്ലുവിളികളായിട്ട് ഇപ്പോൾ മഞ്ജുഷ സൂചിപ്പിച്ചതുപോലെ മോർബിഡിറ്റി, രോഗാതുരത ഇന്ത്യയിൽ എന്ന് മാത്രമല്ല മറ്റ് വികസിത രാജ്യങ്ങളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ പോലും ഏറ്റവും കൂടുതലുള്ള ഒരു പ്രദേശമായിട്ട് കേരളം മാറിയിരിക്കുന്നു. ഇന്ത്യയുടെ ഡയബറ്റീസ് ക്യാപിറ്റൽ എന്നൊക്കെയാണ് കേരളത്തെക്കുറിച്ച് പറയുന്നത്. ഹൈപ്പർ ടെൻഷൻ്റെ കാര്യത്തിലും, അതായത് രണ്ടിലൊരാൾ, പ്രായപൂർത്തിയായ മനുഷ്യരിൽ രണ്ടിലൊരാൾ ഏതെങ്കിലും ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരാണ്. ICMRൻ്റെ പഠനങ്ങൾ കാണിക്കുന്നത് ഏതാണ്ട് 24% പേരും പ്രമേഹബാധിതരാണ് കേരളത്തിൽ. മറ്റൊരു 18% പേർ പ്രമേഹം പൂർവാവസ്ഥയിലാണ്, ഏതാനും വർഷങ്ങൾക്കുള്ളിൽ പ്രമേഹബാധിതരായി മാറും. 44% പേർ രക്താതിമർദ്ദ രോഗത്തിന് ഉടമകളാണ്. ഏതാണ്ട് 1.5 ലക്ഷം ഹൃദയാഘാതം ഒരു വർഷം കേരളത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 50,000-ഓളം സ്ട്രോക്ക്, ക്യാൻസർ, 60,000 ക്യാൻസർ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതായിട്ടാണ് ഏറ്റവും അവസാനം പാർലമെൻറ്റിൽ പ്ലേസ് ചെയ്ത കണക്ക് കാണിക്കുന്നത്. ഈ രീതിയിൽ രോഗാതുരത ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ ഇരിക്കുന്നത് പോലത്തെ ഒരു അവസ്ഥയിലാണ് കേരളം. മറുവശത്ത് നമ്മുടെ ഏജിങ്, ഇപ്പം വൃദ്ധജനങ്ങളുടെ അനുപാതം കൂടിക്കൊണ്ടിരിക്കുന്നു. ജനനനിരക്ക് കുറവാണ്, ആയുർദൈർഘ്യം കൂടുതലാണ്. സ്വാഭാവികമായിട്ടും ഇപ്പോൾ തന്നെ 4-1 2021 സെൻസസ് പ്രൊജക്ഷൻ വെച്ചിട്ട്, സെൻസസ് നടന്നിട്ടില്ല, പ്രൊജക്ഷൻ വെച്ചിട്ട് തന്നെ 4-1 60 വയസ്സിന് മുകളിൽ പ്രായമുള്ളവർ. ഇത് 2036 ആകുമ്പോഴത്തേക്കും 5-1 2036 ആകുമ്പോൾ 4-1 മാറും. 2050 ആകുമ്പോൾ 3-1 60 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആ അനുപാതം, വൃദ്ധജനങ്ങളുടെ അനുപാതം ആ രീതിയിൽ വർദ്ധിച്ചുകൊണ്ട് മറ്റൊരു പ്രദേശത്തും ഇല്ലാത്ത ഒരു ഡെമോഗ്രാഫിക് ആയിട്ടുള്ള ഒരു ഇഷ്യൂ ഉണ്ട്. സ്വാഭാവികമായിട്ടും രോഗാതുരതയും വർദ്ധിക്കും ഈ വൃദ്ധജനങ്ങളുടെ എണ്ണം കൂടുന്നതിനനുസരിച്ച്. അല്ലാതെ തന്നെ ചെറുപ്പക്കാരിൽ തന്നെ ഈ പറഞ്ഞ ജീവിതശൈലി രോഗങ്ങൾ വ്യാപിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ എല്ലാം അനന്തരഫലം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യ ചെലവ് മറ്റേത് സംസ്ഥാനത്തെക്കാളും ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്നതിൻ്റെ കാരണം അതാണ്. അത് ഗവൺമെൻറ്റുകളുടെ ഹെൽത്ത് എക്സ്പെൻഡിച്ചറും ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചറും അതുപോലെ തന്നെ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ, ഓരോ വ്യക്തികളും ചെലവഴിക്കേണ്ട തുകയും ക്രമാതീതമായിട്ട് കൂടിയിരിക്കുന്നു. ഏതാണ്ട് 48,000 കോടി രൂപയാണ് കേരളത്തിൻ്റെ ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചറെങ്കിൽ അതിൽ 28,000 കോടി രൂപ ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് ചെലവഴിക്കേണ്ട സാഹചര്യം. ബാക്കി 15,000 കോടി രൂപയാണ് എല്ലാം, അതായത് സർക്കാർ ഇപ്പോൾ ഇന്ന് ബഡ്ജറ്റ് പ്രസൻറ്റ് ചെയ്തു, ബഡ്ജറ്റിലെ ഏതാണ്ട് 10,000 കോടി രൂപ, ബാക്കി ഒരു 5,000 കോടി രൂപ തദ്ദേശ സ്ഥാപനങ്ങളും ബാക്കിയുള്ള എല്ലാ ഏജൻസികളും കൂടെ ചെലവഴിക്കുന്നത് 5,000 കോടി രൂപ. പിന്നെ ഇൻഷുറൻസ് സെഗ്മെൻറ്റ് വളരെ ചെറിയൊരു റോള് മാത്രമേ 4% മാത്രമേ വഹിക്കുന്നുള്ളൂ. ഇതെല്ലാം കഴിഞ്ഞാൽ ബാക്കി 28,000 കോടി രൂപയും ജനങ്ങൾ അവരുടെ കയ്യിൽ നിന്നാണ് വഹിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഏത് ഇൻവെസ്റ്റ്മെൻറ്റ് കമ്പനികൾക്കോ ഒരു ബിസിനസ് സംരംഭങ്ങൾ അല്ലെങ്കിൽ പണം അതിനെ നമുക്ക് ലാഭകരമായ രീതിയിൽ നിക്ഷേപിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് കേരളത്തിൻ്റെ ആരോഗ്യ മേഖല മാറിയതിൻ്റെ പ്രധാനമായ പശ്ചാത്തലം ഈ 2 കാര്യങ്ങൾ. ഒന്ന്, മോർബിഡിറ്റി കൂടുതലാണെന്നുള്ളതും 2 ഹെൽത്ത് കെയർ സ്പെൻഡിങ് കൂടുതലാണ് എന്നുള്ളതുമാണ്. ഇത് രണ്ടുമാണ് കേരളത്തിലേക്ക് ഗ്ലോബൽ പ്രൈവറ്റ് ഇക്വിറ്റി ഫേംസിനെ ആകർഷിക്കാനുള്ള പ്രധാന കാരണമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. സർ, പ്രദീപ് സർ, അദ്ദേഹം സൂചിപ്പിച്ചതെന്ന് ചോദിക്കുകയാണ്, ഈ KKR, ബ്ലാക്ക്സ്റ്റോൺ തുടങ്ങിയ കോർപ്പറേറ്റുകൾ ഒന്നും ഹെൽത്ത് കെയർ സെക്ടറിൽ അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റൽ ചെയിൻസിൻ്റെ ഭാഗമായ കമ്പനികളല്ല, അതെല്ലാം പ്രൈവറ്റ് ഇക്വിറ്റികളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു സ്ഥാപനത്തിൽ ഇൻവെസ്റ്റ് ചെയ്ത്, പ്രത്യേകിച്ച് ഇത്രയധികം ക്രോസ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയായിരിക്കും ആ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുക. പ്രത്യേകിച്ച് നമ്മുടെ ഹെൽത്ത് കെയർ സെക്ടറിൽ അദ്ദേഹം അൽതഫ് സർ സൂചിപ്പിച്ച പോലെ ഇത്രയധികം
അസുഖം നിരക്ക് കൂടുതലുള്ളൊരു സ്ഥലം കൂടിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടിക്കണക്കിന് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങൾ ഉയരും, ചികിത്സാ സംവിധാനങ്ങൾ ഉയരും, അത്രയധികം എക്യുപ്മെൻറ്റുകൾ നന്നാവും ഒക്കെ ഇരിക്കെ പോലും ഈ ഇത്രയധികം ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിൽ ലാഭം കൂടി ലക്ഷ്യമിടുന്നുണ്ടാവില്ലേ? അത് എത്തരത്തിൽ തിരിച്ചു പിടിക്കാനായിരിക്കും അവർ ശ്രമിക്കുക? ഈ ഒരു പുതിയ ഒരു ഡെവലപ്മെൻറ്റ് കേരളത്തിലെ ആരോഗ്യരംഗത്ത് വന്നപ്പോൾ പൊതുവെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ് ഇപ്പം മഞ്ജുഷ ചോദിച്ചത്. ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ സ്വകാര്യ നിക്ഷേപം, വിദേശ നിക്ഷേപം എന്തുകൊണ്ട് ആരോഗ്യ മേഖലയിൽ വന്നു എന്നുള്ളതിൻ്റെ കാര്യങ്ങൾ സാദുള്ള സാറും പറഞ്ഞു, അതുപോലെ ഡോക്ടർ അൽത്താഫും പറഞ്ഞു. ഇതിൽ 2 തരത്തിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റാണ് ഇന്ത്യ ഗവൺമെൻറ് 2021 ശേഷം ഓപ്പൺ ചെയ്തിട്ടുള്ളത്, പാർലമെൻറ്റിൽ പാസ്സാക്കിയ നിയമപ്രകാരം. ഒന്ന്, നമുക്ക് 100% ഇൻവെസ്റ്റ്, 100% നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്, അല്ലെങ്കിൽ ഭാഗികമായി ഇൻവെസ്റ്റ് ചെയ്യാവുന്നത്. 100% ഇൻവെസ്റ്റ് ചെയ്യാവുന്നതിന് നമ്മൾ ഗ്രീൻ ഫീൽഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. അതിൽ ആശുപത്രികൾ, അതുപോലെ രോഗനിർണയ കേന്ദ്രം, ഡയഗ്നോസ്റ്റിക് സർവീസസ്, അതുപോലെ തന്നെ ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസ് തന്നെ നിലവിലുള്ള പദ്ധതികളിൽ 100% ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റില്ല. 75%, 74% മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റൂ. അതിന് നമ്മൾ ബ്രൗൺ ഫീൽഡ് ഗേറ്റ് വേ ആണെന്നായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഗ്രീൻ ഫീൽഡ്, ബ്രൗൺ ഫീൽഡ് 2 രീതിയിലുള്ള ഗേറ്റ് വേ വഴിയാണ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ തികച്ചും ബാക്കി ഏത് മേഖലയെ അപേക്ഷിച്ചും മനുഷ്യനെ സംബന്ധിച്ചിട്ട്, ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു മേഖല തന്നെയാണ് ആരോഗ്യം. ആരോഗ്യമില്ലാതെ നമുക്കിപ്പോൾ ഇവിടെ ഒന്നും ഇരിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത് വളരെ ഒരു എസെൻഷ്യൽ കമോഡിറ്റി, അല്ലെങ്കിൽ ഏറ്റവും അത്യാവശ്യമായ ഒരു ഘടകമാണ് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ. അതുകൊണ്ട് തന്നെ ഒരു ഹെൽത്ത് സീക്കിംഗ് ബിഹേവിയർ, അല്ലെങ്കിൽ ആരോഗ്യ ചികിത്സ തേടുന്ന ഒരു സ്വഭാവം മലയാളികൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ രോഗാതുരതയും മലയാളികൾ കൂടുതൽ. ഈ 2 കാരണങ്ങളും വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോൾ ഉണ്ടാകുന്ന ഈ രീതിയിൽ ലാഭം പിടിക്കുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം. സാധാരണ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് ഇന്ന് നിലവിൽ കാണുന്നത് ലോകത്തെ പല സ്ഥലങ്ങളിലെയും രാജ്യങ്ങളിലെയും അനുഭവങ്ങൾ വെച്ച് നോക്കിയാൽ ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റാണ്, 5 വർഷത്തേക്ക് അല്ലെങ്കിൽ 10 വർഷത്തേക്ക്. അപ്പോൾ പലപ്പോഴും ആശുപത്രികളെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഒരു പ്രൊജക്ഷൻ എന്ന് വെച്ചാൽ ഒരു നെറ്റ്വർക്ക് ഓഫ് ഹോസ്പിറ്റൽസ്, കുറേ ആശുപത്രികൾ ഒരുമിച്ച് ഏറ്റെടുത്തുകൊണ്ട്, ഒരു ബ്രാൻഡിൻ്റെ കീഴിൽ ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയും ബെഡ് സ്ട്രെങ്ത് കൂട്ടുക, അതായത് കിടക്കകളുടെ എണ്ണം കൂട്ടിക്കൊണ്ട് നിശ്ചിത അളവ് മിനിമം ക്രൈറ്റീരിയ എത്തിക്കഴിഞ്ഞാൽ അതിനെ ഒരു പബ്ലിക് IPO വഴി, അതായത് ഇനീഷ്യൽ പബ്ലിക് ഓഫർ വഴി പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായി ലിസ്റ്റ് ചെയ്തുകൊണ്ട് ഷെയർ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമ്മൾ പല ഹോസ്പിറ്റൽസും, മാക്സ്, അപ്പോളോ പലതും നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ജനങ്ങൾക്ക് ഉൾപ്പെടെ ആ ഷെയറുകൾ വാങ്ങാവുന്നതാണ്. ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ, ഒരു നിശ്ചിത അളവ് കഴിഞ്ഞാൽ ഈ ഷെയർ അവർ വേണമെങ്കിൽ എക്സിറ്റ് ചെയ്യാൻ പറ്റും. അതാണ് അവിടെ ഒരു കൺസേൺ ഉള്ളത്. എങ്ങനെയാണ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളത് വെച്ചാൽ എക്സിറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുമെന്നുള്ളതെ പറ്റി നമുക്കിപ്പോൾ അറിയില്ല. കഴിഞ്ഞ ഒരു 21 to 24 എടുത്താൽ തന്നെ ഏകദേശം 18 മുതൽ 20% വിദേശ നിക്ഷേപങ്ങളിൽ നിന്നും അവർ എക്സിറ്റ് ചെയ്ത് പോയിട്ടുണ്ട്, ഷെയർ വിറ്റുകൊണ്ട്. അതാണ് ഒരു ആംഗിൾ ഉള്ളത്. അപ്പോൾ എക്സിറ്റ് ചെയ്യുന്നതിനൊന്നും ഇങ്ങോട്ട് സാദുള്ള സാറ് പറഞ്ഞ പോലെ ഫ്രണ്ട് ഡോർ വഴി തന്നെയാണ് വന്നിട്ടുള്ളത്. കാരണം കേന്ദ്ര ഗവൺമെൻറ് യാതൊരു നിയന്ത്രണവും ഇപ്പോൾ വിദേശ നിക്ഷേപത്തിന് ഇവിടെ വെച്ചിട്ടില്ല. നമുക്ക് വേണം 100% ഇൻവെസ്റ്റ് ചെയ്യാം. ആകെ ഇൻവെസ്റ്റ്മെൻറ്റിന് ശേഷം RBI, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയെ അറിയിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ചാനലിലൂടെയും കൊമേഴ്സ് ഇൻഡസ്ട്രി വഴിയോ അല്ലെങ്കിൽ ഫിനാൻസ് മിനിസ്ട്രി വഴിയോ പോകേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ അതാണ് പുതിയ നിയമത്തിൻ്റെ ഒരു ലാളിത്യമായിട്ട് കേന്ദ്ര ഗവൺമെൻറ് ആർക്ക് വേണമെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാം. യു ക്യാൻ ഇൻവെസ്റ്റ് 100%, നിങ്ങൾക്ക് 100% ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ആ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരാൾ നിക്ഷേപിക്കുമ്പോൾ അയാൾക്ക് ലാഭം കിട്ടണമെന്ന് പ്രതീക്ഷിക്കില്ല. സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിൽ ചോദ്യമാണ്. തീർച്ചയായിട്ടും ലാഭം പ്രതീക്ഷിക്കുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പെട്ടെന്ന് ലാഭം ഉണ്ടാക്കണം എന്ന രീതിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഭവിഷ്യത്തുകളും ലോങ് ടേം ആയിട്ടുള്ള സസ്റ്റൈനബിലിറ്റിയും ദീർഘകാലാടിസ്ഥാന സ്ഥായിയായിട്ടുള്ള ഒരു ഡിവിഡൻഡ് പ്രോഫിറ്റ് ആണെങ്കിൽ ഇത് ഡിഫറൻറ്റ്. അത് രണ്ടും 2 രീതിയിൽ കാണണം. ചുരുങ്ങിയ കാലയളവ് കൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു മെത്തഡോളജിയാണ് ഇത് പറഞ്ഞ പോലെ പെട്ടെന്ന് തന്നെ കുറേ ബെഡ് സ്ട്രെങ്ത് കൂട്ടി ഫെസിലിറ്റീസ് കൂട്ടി ഷെയർ മാർക്കറ്റിലേക്ക് ഓപ്പൺ ചെയ്യുന്നൊരു മെക്കാനിസം. അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട്. അങ്ങനെ ഉണ്ടാകുമ്പോൾ ഗവൺമെൻറ്റിന് പിന്നീട് നിയന്ത്രണങ്ങളുണ്ടോ ഒന്നാമത്. രണ്ടാമത് ഇതിൽ ബാക്കിയെല്ലാം ഈ ലേബർ കോസ്റ്റ്, അതായത് ബാക്കിയുള്ള ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാരാകട്ടെ, ബാക്കി അനുബന്ധ സ്റ്റാഫാവട്ടെ, അവരുടെ അവർക്ക് എന്താണ് ബെനിഫിറ്റ്, അവരുടെയൊക്കെ കാലാനുസൃതമായിട്ട് ഇപ്പം പല രീതിയിൽ കാര്യങ്ങൾ ആളുകൾ ചർച്ച ചെയ്യുന്ന പോലെ ഇപ്പം ചിലവ് കൂടുന്നെങ്കിൽ അതനുസരിച്ചിട്ട് ഇവരുടെ എല്ലാം ശമ്പളത്തിൽ വർധനമുണ്ട്. അങ്ങനെ പല ചോദ്യങ്ങളും ഉയർന്നു വരാവുന്നു. ബേസിക്കലായിട്ട് ഒരു ചോദ്യത്തിന് ഉത്തരം യെസ് ഓർ നോ എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്ററെ സംബന്ധിച്ചോളം അവർക്ക് ലാഭം പ്രതീക്ഷിക്കും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. സാദുള്ള സർ, അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരു വസ്തുത ഉണ്ടെങ്കിലും ഇത് സർക്കാർ നയമാണ്. 100% വിദേശ നിക്ഷേപം കൊണ്ടുവരിക എന്നുള്ള സർക്കാർ നയമാണ്. സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്ന സാധ്യതകൾ എന്തെല്ലാമാണെന്നാണ് മനസ്സിലാക്കുന്നത്? മെഡിക്കൽ ടൂറിസം പോലുള്ള സാധ്യതകൾ ആണോ മുന്നിൽ കാണുന്നത്? അതോ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വരുമാനം
ആ തരത്തിൽ വർദ്ധിപ്പിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇപ്പം നമുക്കറിയാം കുറഞ്ഞ വേതനത്തിൽ ജോലി ചെയ്യുന്ന മെഡിക്കൽ ടെക്നിക്കൽ അല്ലെങ്കിൽ നഴ്സിംഗ് സ്റ്റാഫ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കോ വിദേശങ്ങളിലേക്കോ ഒക്കെ മൈഗ്രേറ്റ് ചെയ്യുന്ന വർക്ക് ഫോഴ്സിനെ നമ്മുടെ നാട്ടിൽ തന്നെ ലഭ്യമാക്കാൻ കഴിയും. അത്തരത്തിൽ എന്തെല്ലാം സാധ്യതകൾ ഇത്തരം വിദേശ നിക്ഷേപം കൊണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം? അതെ, ഇതൊരു ജനറൽ ഇമ്പാക്റ്റ് എന്താണ്, സോഷ്യൽ ഇമ്പാക്റ്റ് എന്താണെന്ന് നമ്മൾ സ്റ്റഡി ചെയ്യുന്നത്. അതാണ് പ്രധാനമായിട്ട് നമ്മളിപ്പോൾ ഡിബേറ്റ് ചെയ്യുന്നത്. ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു പബ്ലിക് സെക്ടറിൽ പ്രൈവറ്റ് സെക്ടറിൽ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. വളരെ ഗുണങ്ങളുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇപ്പോൾ പ്രദീപ് പറഞ്ഞ പോലെ IPO ഇൻഫ്ലേറ്റ് ചെയ്ത് കാണിക്കും. ദാറ്റ് എല്ലാ ഇൻഡസ്ട്രിയിലും നടക്കുന്ന ഒരു കാര്യമാണത്. അത് ഹെൽത്ത് കെയറിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു പുതിയ കാര്യം. പബ്ലിക് ഹെൽത്തിൻ്റെ കാര്യം അൽത്താഫ് പറഞ്ഞു. പബ്ലിക് ഹെൽത്ത് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത് വളരെ ആവശ്യമാണ്. അപ്പോൾ പബ്ലിക് ഹെൽത്ത് എത്രയും ഇമ്പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഒരു കാര്യം പബ്ലിക് ഹെൽത്തിനെ പറ്റി പറയേണ്ടതെന്ന് വെച്ചാൽ ഒന്നും ഫ്രീ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. പബ്ലിക് ഹെൽത്ത് നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, നമ്മുടെ നാഷണൽ ഹെൽത്ത് സർവീസ് സിസ്റ്റം നടത്തുമ്പോൾ അതിനെല്ലാത്തിനും പൈസ ചിലവാക്കണം. അത് ഗവൺമെൻറ് ചിലവാക്കുകയാണ്. ആ ചിലവാക്കുന്ന പൈസ ടാക്സ് വഴിയോ അല്ലെങ്കിൽ ടാക്സ് വഴിയാണ് അല്ലെങ്കിൽ ഇൻകം വഴിയാണ് ഗവൺമെൻറ് കിട്ടുന്നത്. അപ്പോൾ അതിനുള്ള കോസ്റ്റും പ്രൈവറ്റ് സെക്ടറിലുള്ള കോസ്റ്റും തമ്മിൽ ഒരു കമ്പാരിസൺ വളരെ ആവശ്യമാണ്. ആൻഡ് അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഓരോ പ്രൊസീജിയറിനുമുള്ള കോസ്റ്റ് അനാലിസിസ് ചെയ്താൽ പലപ്പോഴും നമുക്ക് മനസ്സിലാകും ദാറ്റ് എഫിഷ്യൻസി പബ്ലിക് സെക്ടറിൽ കൂട്ടേണ്ടിയിരിക്കുന്നു എന്നുള്ളത് മനസ്സിലാകും. അപ്പോൾ ഒരുപാട് കോസ്റ്റ് എഫിഷ്യൻസി പ്രൈവറ്റ് സെക്ടറിൽ വരുന്നത് ഓൺലി ബിക്കോസ് ഒരു എഫിഷ്യൻറ്റ് മെക്കാനിസം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ അതർ ഇമ്പാക്റ്റ് എന്ന് വെച്ചാൽ വെളിയിലുള്ള ഡോക്ടേഴ്സ് അവിടെ ട്രെയിൻ ചെയ്തിട്ട് വരുന്ന ആളുകൾ അവർക്ക് ഇവിടെ വന്ന് വർക്ക് ചെയ്യുമ്പോൾ അതിൻ്റേതായ സംവിധാനങ്ങളും അതിൻ്റേതായ ടെക്നോളജിയും എക്യുപ്മെൻറ്റും എല്ലാം ആഗ്രഹിച്ചിട്ടാണ്. ഇപ്പോൾ ഒരുപാട് ഡോക്ടേഴ്സ് US-ലും UK-ലും എല്ലാം ട്രെയിൻ ചെയ്ത ഡോക്ടേഴ്സ് തിരിച്ചു വരുന്നുണ്ട്, നമ്മളോട് വർക്ക് ചെയ്യുന്നുണ്ട്, പല ഹോസ്പിറ്റലിലും കൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ നേരത്തെ ഒരു ഭയങ്കര ഡ്രെയിനായിരുന്നു. പക്ഷേ ഇപ്പോഴും സ്റ്റുഡൻസ് എല്ലാം ട്രെയിൻ ചെയ്ത് പോകുന്നുണ്ട്, പക്ഷേ അവർ ക്വാളിഫൈ ചെയ്തിട്ട് തിരിച്ചു വരുന്നുണ്ട്. സോ അത് ഹെൽത്ത് കെയറിൽ വരാനുള്ള ഒരു കാര്യം ഹെൽത്ത് കെയർ നമ്മൾ വളരെ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ പ്രൈവറ്റ് ഇക്വിറ്റി കൊണ്ട് എന്ത് ഗുണമുണ്ടായിട്ടുണ്ട് ദോഷമുണ്ടായിട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ, പ്രൈവറ്റ് ഇക്വിറ്റി കൊണ്ടുള്ള ഗുണമെന്ന് വെച്ചാൽ ഇപ്പോൾ പറഞ്ഞ പോലെ കംപ്ലയൻസിൻ്റെ കാര്യത്തിൽ പ്രൈവറ്റ് ഇക്വിറ്റീസ് എല്ലാവരും 100% കംപ്ലയൻസ്. അത് എല്ലാ ഗവൺമെൻറ്, ഫോർ എക്സാമ്പിൾ എല്ലാ ഗവൺമെൻറ് റൂൾസും ഫോളോ ചെയ്യാതെ മിനിമം വേജസ് എന്ന് പറയുക. ഇപ്പോൾ നഴ്സിന് 25,000 എൻട്രിയിൽ കൊടുക്കുന്ന ഹോസ്പിറ്റൽ എല്ലാ വിധത്തിലുള്ള പ്രൈവറ്റ് ഇക്വിറ്റിയുള്ള എല്ലാ ഹോസ്പിറ്റലിലും 25,000 കൊടുത്തിരിക്കും. അതേസമയം പല അതർ ഹോസ്പിറ്റൽസ് പ്രൈവറ്റിൽ തന്നെ മിഷൻ ഹോസ്പിറ്റലോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഹോസ്പിറ്റലുകൾ കൊടുക്കില്ല. സോ മിനിമം വേജസ് കൊടുക്കേണ്ട ഗവൺമെൻറ് റൂളാണ്, അത് ഫോളോ ചെയ്യുക. ബാക്കിയുള്ള എല്ലാ ടാക്സ് റൂൾസും ഫോളോ ചെയ്യുക. അപ്പോൾ അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഡ്രെയിൻ ഓഫ് ഡോക്ടേഴ്സ് കുറയും. പിന്നെ ടെർഷറി കെയറും കോർഡിനറി കെയറും വളരെ ഇമ്പ്രൂവ് ചെയ്തു. ഇപ്പോൾ മെഡിക്കൽ കോളേജസ് തന്നെ ലിവർ ട്രാൻസ്പ്ലാന്റ് ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജ് തുടങ്ങി. ആൻഡ് ലിവർ ട്രാൻസ്പ്ലാന്റ് ഞാൻ പഠിക്കുമ്പോഴെല്ലാം ലിവർ ട്രാൻസ്പ്ലാന്റ് നമ്മുടെ കേരളത്തിൽ വരുമോ എന്ന് പോലും എനിക്ക് സംശയമുണ്ടായിരുന്നു. വെളിയിൽ പോയി വർക്ക് ചെയ്തപ്പോഴും എൻ്റെ ആഗ്രഹം ലിവർ ട്രാൻസ്പ്ലാന്റ് എന്തുകൊണ്ട് നമുക്കവിടെ ചെയ്തുകൂടാ എന്നുള്ളതായിരുന്നു. ഇന്ന് കഴിഞ്ഞ മാസം ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെ 9 ലിവർ ട്രാൻസ്പ്ലാന്റാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ളത് ആളുകൾക്ക് വളരെ അവൈലബിളാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ മെട്രോയിൽ ബോംബെയിലോ ഡൽഹിയിലോ ചെന്നൈയിലോ എടുത്ത് നോക്കിയാൽ അവിടുത്തെ ചിലവിനേക്കാളും ഇപ്പോഴും 25% കുറവാണ് നമ്മുടെ ട്രിവാൻഡ്രത്തെ ചിലവ്. അപ്പോൾ മെഡിക്കൽ ടൂറിസം ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്, ടാലൻറ്റ് കൂടുന്നുണ്ട്.
ആളുകൾക്ക് കൂടുതൽ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻ്റ് ഉണ്ട്. സോ അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഇമ്പാക്ട്സ് CSR ആക്ടിവിറ്റീസ് പ്രൈവറ്റ് ഹോസ്പിറ്റൽ ലാഭം ഉണ്ടാക്കുന്നു. ഡെഫിനറ്റ് ആ ലാഭം ഉണ്ടാക്കുന്ന പല പ്രൈവറ്റ് ഹോസ്പിറ്റലും ക്ലോസ് ചെയ്തു പോയെന്നുള്ള കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോഴാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റുകാർ വന്നിട്ട് ഇത് വാങ്ങാൻ തുടങ്ങിയത്. പക്ഷേ പ്രദീപ് പറഞ്ഞ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ, എല്ലാ പ്രൈവറ്റ് ഇക്വിറ്റിക്കും ഇൻട്രസ്റ്റ് എബൌട്ട് 5 to 8 yearsആണ്. അപ്പോൾ ആ 5 to 8 yearsൽ ദേ ഹാവ് ടു മേക്ക് ദെയർ മണി ഓൾസോ. അപ്പോൾ അത് ലാഭം എന്നുള്ള ഒരു വാക്ക് നമ്മൾ മോശമായ ഒരു വാക്കായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പക്ഷേ അമിത ലാഭം എന്നുള്ളത് വളരെ മോശം തന്നെയാണ്. അപ്പോൾ ആ വിധത്തിലാണ് കാണുന്നത്. പിന്നെ നമ്മുടെ ആളുകളും ഇപ്പോൾ നമ്മുടെ വലിയ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആളുകളെല്ലാം എന്തിനാണ് വെളിയിൽ പോകുന്നത്? ഇപ്പോൾ മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ IAS ഓഫീസേഴ്സോ ആരെങ്കിലും എല്ലാം എന്തിനാണ് വെളിയിൽ ട്രീറ്റ്മെൻറ്റ് പോകുന്നത്? എന്തുകൊണ്ടാണ്? കാര്യം വെച്ചാൽ അവർക്ക് ക്വാളിറ്റി കെയർ പോകണം, അവർക്ക് ഗവൺമെൻറ് പൈസ ചിലവാക്കി വെളിയിൽ പോകാൻ പറ്റും. അതേസമയം ബാക്കിയുള്ള ആൾക്ക് ലിവർ ട്രാൻസ്പ്ലാന്റ് വേണമെങ്കിൽ ഇവിടെ ചെയ്യണം. അപ്പോൾ അതിന് എന്തുകൊണ്ടത് നമുക്ക് ശരിയാക്കിക്കൂടാ? എന്തുകൊണ്ടത് അഫോർഡബിൾ ആക്കിക്കൂടാ? അപ്പോൾ ഫൈനലി വാട്ട് ഈസ് സെഡ് ഈസ് 60% to 65% ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസസ് വി ഹാവ് ടു ബ്രിങ് ഇറ്റ് ഡൗൺ. അതെങ്ങനെ ബ്രിങ് ഇറ്റ് ഡൗൺ എന്ന് ആലോചിച്ചാൽ, അത് എങ്ങനെ താഴോട്ട് കൊണ്ടുവരാമെന്ന് ആലോചിച്ചാൽ എല്ലാവർക്കും കുറച്ച് ഗുണമുണ്ടാകുമെന്നാണ് എൻ്റെ അഭിപ്രായം. സോ പ്രൈവറ്റ് ഇക്വിറ്റി പല പോസിറ്റീവ് ഇമ്പാക്റ്റ് നമുക്ക് സൊസൈറ്റിയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റെഫ്യൂസ് ചെയ്യാൻ പറ്റില്ല. ബട്ട് ദർ ആർ എ ഫ്യൂ നെഗറ്റീവ് പോയിൻറ്റ്സ് ഓൺലി. പക്ഷേ ഒരു പ്രൈവറ്റ് ഇക്വിറ്റിയും പ്രതിഭനെടുത്ത് നേരത്തെ ചോദിക്കുകയായിരുന്നു, ആരെങ്കിലും ഈ എല്ലാ വർഷവും എന്തെങ്കിലും ഒരു താരിഫ് ഇൻക്രീസ് എല്ലാവരും ചെയ്യാറുണ്ട്. നമ്മുടെ പ്രൈവറ്റ് സെക്ടറിൽ എല്ലാ ഹോസ്പിറ്റലും ചെയ്യുന്നതാണ്. അത് ചെയ്തില്ലെങ്കിൽ 4-5% ഇൻഫ്ലേഷന് വേണ്ടി കൺസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല, അതിൻ്റെ കൂടെ പിന്നെ കമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ലാതെ പ്രൈവറ്റ് ഇക്വിറ്റി ഒരു വിധത്തിലും ഒരു പുഷ് ചെയ്ത് കൂടുതലായിട്ട് ചെയ്യുന്ന ഒരു വിധം ഞാൻ കണ്ടിട്ടില്ല. ഡോക്ടർ അൽത്താഫ്, അദ്ദേഹം ഉന്നയിച്ച 2-3 പോയിൻറ്റ്സ് ഉണ്ട്. അതിലൊന്ന്, പ്രൈവറ്റ് ഇക്വിറ്റി ഇത്തരത്തിൽ ഭീമമായ കോർപ്പറേറ്റ് നിക്ഷേപങ്ങൾ വരുമ്പോൾ ആശുപത്രി സൗകര്യങ്ങൾ, അത്തരം ആശുപത്രികളുടെ സൗകര്യങ്ങൾ നിലവാരം അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരുമ്പോൾ മറ്റ് ആശുപത്രികൾ, സർക്കാർ സംവിധാനങ്ങളുമെല്ലാം ഒരു കമ്പിറ്റൻസി നേരിടേണ്ടി വരും. അതിനനുസരിച്ച് നിലവാരം ഉയർത്തേണ്ട ഒരു സാഹചര്യം വരില്ലേ എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആരോഗ്യ മാതൃക എന്ന് പറയുന്നത് സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതമായ മികച്ച ചികിത്സ സാധാരണക്കാരന് ലഭ്യമാക്കുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് നമ്മുടെയൊക്കെ ആരോഗ്യ ചെലവ് പിടിച്ചു നിർത്തിയിരുന്നത് നമ്മുടെയൊക്കെ അടുത്തുള്ള നെയ്ബർഹുഡ് ആശുപത്രികളോ ചെറുകിട ആശുപത്രികളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിൽ അതോടൊപ്പം തന്നെ ഒരു പോയിൻ്റ് കൂടിയുണ്ട്. നമ്മുടെ നാട്ടിലെ 3.5 കോടി കേരളീയർ എല്ലാവരും ഡിപ്പെൻഡ് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന ഈ 5 ആശുപത്രികളല്ല. ഈ നിക്ഷേപങ്ങളൊക്കെ വരുന്നതിന് മുമ്പും സാധാരണക്കാരന് അടച്ചു പോകാവുന്ന ബില്ലുകളല്ല കിംസും പോലെയുള്ള, മിംസ് പോലെയുള്ള, മൈത്ര പോലെയുള്ള, ബേബി പോലെയുള്ള ആശുപത്രികളിലെ ബില്ലുകൾ. ഡോക്ടർ, ഇതെല്ലാം നിലനിൽക്കെ അദ്ദേഹത്തിൻ്റെ പോയിന്റിനോട് എന്താണ് മറുപടി പറയാൻ? രോഗാതുരത കുറയ്ക്കാനായിട്ടും ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് കുറയ്ക്കാനായിട്ടും എന്ത് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള മികച്ച നിലവാരത്തിലുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽസ്, അത് വെദർ ഇറ്റ് ഈസ് ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റോട് കൂടിയോ അല്ലാതെയോ എങ്ങനെയാണെങ്കിലും ഉണ്ടാവുന്നത് തീർച്ചയായിട്ടും അതൊരു മാതൃകയായിട്ട് മാറാം മറ്റ് ആശുപത്രികൾക്ക്. അത് ഇക്വിറ്റി നിക്ഷേപം ഇല്ലാത്ത പ്രൈവറ്റ് ഹോസ്പിറ്റലുകൾക്കോ സർക്കാർ ആശുപത്രികൾക്കോ. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഈ പ്രൈവറ്റ് ഹോസ്പിറ്റൽസ് പ്രോഫിറ്റ് ഓറിയൻറ്റഡ് ആയിട്ട് നടത്തുന്ന എല്ലാ പ്രൈവറ്റ് ഹോസ്പിറ്റൽസിൻ്റെയും ലാഭം ഏറ്റവും കൂടുതൽ ലഭിക്കുന്നത് നമ്മൾ കരുതുന്നത് പോലെ ഇപ്പോൾ സാധാരണ പനി ചുമ ചികിത്സയിലൂടെ അല്ല യഥാർത്ഥത്തിൽ. അത് ഒരു ചെറിയൊരു സെഗ്മെൻറ്റേ ഉള്ളൂ. ഇപ്പം സാർ സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ഓർഗൻ ട്രാൻസ്പ്ലാന്റ്, അല്ലെങ്കിൽ നമ്മൾ സാധാരണ പറയാറുള്ള ഈ കറ്റാസ്ട്രഫിക് ഹെൽത്ത് ഈവൻറ്റ്സ് ഉണ്ട്. അത് ഒരു റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്, പോളിട്രോമ വരുന്നു, അല്ലെങ്കിൽ ഓർഗൻ ഫെയിലിയർ, അല്ലെങ്കിൽ ക്യാൻസർ, ഹാർട്ട് അറ്റാക്ക്, സ്ട്രോക്ക്, അതെല്ലാം ഇതിൻ്റെ കണക്ക് നേരത്തെ പറഞ്ഞു എത്രയൊക്കെയാണ് കേരളത്തിൽ വരുന്നത്. ഈ രീതിയിലുള്ള കറ്റാസ്ട്രഫിക് ഹെൽത്ത് ഈവൻറ്റ്സ് അതിലാണ് ഏറ്റവും കൂടുതൽ ഹോസ്പിറ്റൽസിന് ലാഭം കിട്ടുന്നതും ഏറ്റവും കൂടുതൽ ആൾക്കാരെ ദരിദ്രരാക്കി മാറ്റുന്നതിനാണ്. ഏതാണ്ട് 1/3 ഓഫ് ദി പോപ്പുലേഷൻ, ഈ ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്ന ആൾക്കാരിൽ 1/3 ആളുകൾ ഈ ചികിത്സ കൊണ്ട് മാത്രം ദരിദ്രരായി മാറുന്നു എന്നുള്ളതാണ് നാഷണൽ സാമ്പിൾ സർവേ ഓർഗനൈസേഷൻ കണക്കാണിക്കുന്നത്. കേരളത്തിൽ നാഷണൽ ലെവലുമായിട്ടുള്ള ചെറിയ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിലെ പ്രധാനമായ ഒരു ഘടകം ഈ രീതിയിലുള്ള കറ്റാസ്ട്രഫിക് ഹെൽത്ത് ഇവൻറ്റ്സ് ആണ്.
ഇതെങ്ങനെ ടാക്കിൾ ചെയ്യാമെന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് സാർ അത് വളരെ പോസിറ്റീവായിട്ട് തന്നെ പറഞ്ഞു. നമ്മളതിൽ പബ്ലിക് സിസ്റ്റം സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡറി ടെർഷറി ലെവലിൽ എന്താണ് നമ്മുടെ അവസ്ഥ, എത്രത്തോളം നിലവാരം നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കരുനാഗപ്പള്ളിയിലുള്ള പേഷ്യൻ്റ് ഞാൻ പറയാൻ നിങ്ങൾക്ക് എല്ലാം അറിയാം. കരുനാഗപ്പള്ളിയിലുള്ള പേഷ്യൻ്റ് ഹൃദയാഘാതം വന്ന് കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രി കാണിക്കുന്നു, അവിടെ നിന്ന് കൊല്ലം ജില്ലാ ആശുപത്രി പോകുന്നു, അവിടെ നിന്നും ചികിത്സ കിട്ടാതെ കൊല്ലം മെഡിക്കൽ കോളേജിൻ്റെ ഇടയ്ക്കുണ്ട്, അതും പാസ് ചെയ്തിട്ട് നേരെ തിരുവനന്തപുരത്ത് വരുന്നു, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, അവിടെ ചികിത്സ കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ അവസാനം അഞ്ചാമത്തെ ദിവസം മരണപ്പെടുന്ന സംഭവം. അതിനു മുമ്പ് മറ്റൊരു പേഷ്യൻ്റ് മുരുകൻ എന്ന് പറഞ്ഞിട്ട് 2017 സംഭവം, ഏണിക്കര ആ ഭാഗത്ത് ആക്സിഡൻറ്റ് പറ്റി കൊല്ലം ജില്ലാ ആശുപത്രി പോകുന്നു, വേറെ അവിടുത്തെ തന്നെ വേറൊരു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിൽ പോകുന്നു, അതെല്ലാം കഴിഞ്ഞിട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരുന്നു, വെന്റിലേറ്റർ സൗകര്യമില്ലാതെ മരണപ്പെടുന്ന അവസ്ഥ. അതുപോലെ മറ്റൊരു പേഷ്യൻ്റ് വയനാട് പാമ്പ് കടിയേറ്റ ഒരു കുട്ടി, അവിടുത്തെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററിൽ താലൂക്ക് ഹോസ്പിറ്റലിൽ ചികിത്സ തേടുന്നു, 3 മണിക്കൂറിന് ശേഷം റെഫർ ചെയ്യുന്നു, കാലിക്കറ്റ് മെഡിക്കൽ കോളേജിലേക്ക് ഓൺ ദ വേ മരണപ്പെടുന്നു. ഇതെല്ലാം കാണിക്കുന്നത് എല്ലാ പ്രദേശങ്ങൾക്കും ജനങ്ങൾക്ക് ആക്സസിബിൾ ആകുന്ന രീതിയിലുള്ള ട്രൂ ടെർഷറി കെയർ, ക്വാളിറ്റി ടെർഷറി കെയർ കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അതിനിപ്പം നമ്മളിപ്പം സാധാരണ ഇപ്പം ഒരു പൊതുബോധത്തിൻ്റെ ബില്ലായിരിക്കാം എല്ലായിടത്തും താലൂക്ക് ആശുപത്രികളുടെ പേര് മാറ്റി മെഡിക്കൽ കോളേജ് എന്നൊക്കെ അങ്ങനെ മാറ്റി വെച്ചിട്ട് കാര്യമില്ല. ട്രൂ ടെർഷറി കെയർ, അതായത് ഇപ്പോൾ തന്നെ നമ്മൾ ആലോചിച്ച് നോക്കുക, 6000 ഡോക്ടർമാരോളം സർക്കാർ ആരോഗ്യ വകുപ്പിന് കീഴിലുണ്ട്. പക്ഷേ അതിലാകെ 20 സൂപ്പർ സ്പെഷ്യലിസ്റ്റുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം റീസെൻ്റായിട്ട് കുറച്ച് വർദ്ധിപ്പിച്ചിട്ടുണ്ട്, 50ഓളം. അത് മതിയാവുമോ? ആരോഗ്യവകുപ്പിന് കീഴിലുള്ള ഏത് ആശുപത്രികളിൽ നമുക്ക് ഒരു ടെർഷറി കെയർ, ക്വാളിറ്റി ടെർഷറി കെയർ കൊടുക്കാൻ പറ്റും? അത് മാറ്റണം. എല്ലാ ജില്ലകളിലും അറ്റ്ലീസ്റ്റ് ഒരു സെൻ്ററെങ്കിലും, ഒരു ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലോ ജനറൽ ഹോസ്പിറ്റലോ എങ്കിലും ഈ രീതിയിലുള്ള എല്ലാ ട്രോമ കെയർ സെൻ്ററായിട്ട് മെഡിക്കൽ എമർജൻസീസ് എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്സസിബിൾ ആകുന്ന രീതിയിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു പരിഹാരം. മറ്റൊന്ന്, ഈ രോഗാതുരത കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണം എന്നുള്ളത്. അതിന് രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ അവലംബിക്കണം. നമ്മൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളുടെ കണക്ക് ഞാൻ ആദ്യം പറഞ്ഞു. 2-ൽ 1 പ്രായപൂർത്തിയായ 2-ൽ 1 ഏതെങ്കിലും തരത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളുണ്ട്. അതിൻ്റെ പ്രധാന പ്രതിരോധ മാർഗ്ഗം എന്താണ്? കായിക വ്യായാമം വർദ്ധിപ്പിക്കുക എന്നുള്ളത്. 70% പേർക്കും കായിക വ്യായാമം മതിയായ ഒരു 30 മിനിറ്റെങ്കിലും നടക്കുകയോ അങ്ങനെയുള്ള വ്യായാമശീലം ഇല്ല എന്നുള്ളതാണ് ICMRൻ്റെ തന്നെ പഠനം കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്താണ് ചെയ്യണം? അവരെ വ്യായാമത്തിന് പ്രേരിപ്പിക്കുക. എല്ലാ ഡോക്ടർമാരും, ഈ വന്ന് കാണുന്ന എല്ലാ പേഷ്യൻസിനോടും എല്ലാ ഡോക്ടർമാരും നിത്യവും ഉപദേശിക്കാറുള്ളതാണ് നിങ്ങൾ വ്യായാമം നടത്തുക. അവരെവിടെയാണ് നടക്കേണ്ടത് നടക്കാൻ പറയും. 30 മിനിറ്റോ 40 മിനിറ്റോ. ഇപ്പോഴും ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുക. അവരെവിടെയാണ് നടക്കേണ്ടത്? അവർക്ക് എത്ര പാർക്കോ ഓപ്പൺ സ്പേസോ ഗ്രൗണ്ടുകളോ ഉണ്ട്? തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രം സ്മാർട്ട് സിറ്റി പ്രോജക്റ്റിൻ്റെ പദ്ധതിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 101 വാർഡുകളിലാകെ 35 വാർഡുകളിൽ മാത്രമേ പരിമിതമായിട്ടെങ്കിലും ഉള്ള ഗ്രൗണ്ടുകളോ ഇതുപോലുള്ള ഓപ്പൺ സ്പേസുകളോ ഉള്ളൂ. ബാക്കി 65 വാർഡുകളിലും ഇതില്ല. അപ്പം കേരളം മുഴുവനായിട്ട് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വളരെ ഇവർ പിന്നെ നടക്കുന്ന റോഡിൽ ഇറങ്ങി നടക്കാൻ പോകും. റോഡിൽ ഇറങ്ങി നടന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഒന്നുകിൽ വണ്ടി ഇടിക്കും. 4500 പേര് മരണപ്പെടുന്നു ഒരു വർഷം. അതിൽ 1500 പേരും പെഡസ്ട്രിയൻസ്. 45000 ആക്സിഡൻറ്റ് നടക്കുന്നു. അതിൽ 1/3 പെഡസ്ട്രിയൻസിനാണ് ആക്സിഡൻറ്റ് വിക്ടിംസ്. പട്ടികടി 3.5 ലക്ഷത്തോളം പേരെ സ്ട്രേ ഡോഗ്സ് കടിച്ചു വരുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് ഓപ്പൺ സ്പേസ് എന്ന് പറയുന്ന സംഗതി തന്നെ ഇല്ല. അപ്പം രോഗപ്രതിരോധ മാർഗ്ഗങ്ങൾ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അത് ജനങ്ങളെ ബോധവൽക്കരിക്കുകയും ആ രീതിയിലേക്ക് പരിവർത്തിപ്പിക്കുക. ഇനി ഇത് രണ്ടും ഇപ്പം നേരത്തെ പറഞ്ഞ പോയിന്റിന് അനുബന്ധമായിട്ട് പറഞ്ഞു. ഒപ്പം ഒരു കാര്യം കൂടെ ആഡ് ചെയ്യാനുള്ളത്, ഈ നേരത്തെ ഡോക്ടർ പ്രദീപും സഹോദര സാറും പറഞ്ഞതിൻ്റെ അനുബന്ധമായിട്ട് പറയേണ്ടത്, ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സിൻ്റെ കാര്യത്തിൽ അവർ അതിൻ്റെ ഒരു എന്തായിരിക്കും അതിൻ്റെ അടുത്തൊരു സ്റ്റേജ് എന്നുള്ളതിനെക്കുറിച്ച് കൂടെ ജസ്റ്റ് സൂചിപ്പിക്കാതെ പോകാൻ പറ്റില്ല. ഇപ്പം ഇതിനെക്കുറിച്ച് നമുക്ക് ഇവിടുത്തെ സംഭവം നമുക്കിപ്പോൾ പ്രവചിക്കാൻ പറ്റില്ല. അതിപ്പം എങ്ങനെയാവാം. ഞാൻ എല്ലാവരോടും ഇതുപോലെ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തിയിട്ടുള്ള പല ആശുപത്രി മാനേജ്മെൻറ്റും അല്ലാതെ സാറുമായിട്ട് ഉൾപ്പെടെ സംസാരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും അതിൻ്റെ ഒരു കൾമിനേഷൻ? ഈ പറഞ്ഞ 5-8 വർഷത്തിനകത്ത് അവർ അത് വിറ്റിട്ട് പോകും. അത് ഒരു നേച്ചർ തന്നെ ആസ് മച്ച് ആസ് പോസിബിൾ പ്രോഫിറ്റ്സ് ആസ് ക്വിക്ക്ലി ആസ് പോസിബിൾ. ഇതാണ് ഇതിൻ്റെ ഒരു മോട്ടോ തന്നെ. ആസ് ക്വിക്ക്ലി ആസ് മച്ച് ആസ് പോസിബിൾ പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതായത് ഇപ്പം 5000 കോടിക്ക് അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 10,000, 15,000, 20,000 കോടിക്ക് 4-5 വർഷത്തിനകത്ത് മറിച്ച് വിറ്റ് പോകും. നമ്മൾ ആലോചിക്കേണ്ടത് ഈ 20,000 കോടി രൂപ മുടക്കുന്ന അടുത്തയാൾ ഇവരെവിടെ നിന്നാണ് ഇത് പ്രോഫിറ്റ് ഉണ്ടാക്കുക? ഈ ഞാൻ ആദ്യം പറഞ്ഞ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻസ് 28,000 crores അതിൽ നിന്ന് വേണം അതുണ്ടാക്കാൻ. നാച്ചുറലി ഇതിൻ്റെ എക്സ്പെൻസ് കൂടും. ഇനി ഇതിപ്പം ഞാനിപ്പോൾ എൻ്റെ പേഴ്സണലായിട്ട് സ്പെക്കുലേറ്റ് ചെയ്ത് പറയും. ഇതിന് ആകെ നമുക്കൊരു ഉദാഹരണമായിട്ട് പറയാൻ പറ്റുന്നത് US ആണിപ്പം ഇതുപോലെ സമാനമായിട്ടുള്ള ഒരു സംഭവം 20 വർഷം മുമ്പുള്ള US ആണിപ്പോൾ കേരളം ഫേസ് ചെയ്യുന്ന സെയിം സിറ്റുവേഷൻ. 2000-ന് ശേഷമാണ് പ്രൈവറ്റ് ഇക്വിറ്റി ഫണ്ട്സ് US-ലെ ഹോസ്പിറ്റൽസിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങിയത്. ഏതാണ്ട് 5 ട്രില്യൺ ഇൻവെസ്റ്റ്മെൻ്റ് ആണ് US-ലെ മൊത്തം ഹെൽത്ത് കെയർ ഇൻഡസ്ട്രി. അതിലേക്ക് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നു. അങ്ങനെ 2006-ലായിരുന്നു ഒരു പീക്ക്. ഇപ്പം നമ്മൾ ഈ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു ഇതിലേക്ക് വരുന്നത്. അതിനെക്കുറിച്ച് ഹാർവാർഡ് യൂണിവേഴ്സിറ്റി വളരെ വിശദമായിട്ടുള്ള പഠനം 2-3 പഠനങ്ങൾ നടത്തിയിട്ടുണ്ട്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് US ഗവൺമെൻറ് തന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ ഫണ്ടിങ്ങോട് കൂടി നടത്തിയ പഠനത്തിൽ കാണിക്കുന്നത്
ഈ 293 ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഇല്ലാത്ത ഹോസ്പിറ്റലും 49 ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്ന ഹോസ്പിറ്റലും തമ്മിൽ 10 വർഷത്തെ കെയർ, ക്വാളിറ്റി ഓഫ് കെയർ അത് കമ്പയർ ചെയ്തു 2009 മുതൽ 2019 വരെ. അതിൽ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ്, ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരുന്ന ഹോസ്പിറ്റലിൽ മരണനിരക്ക് 13%, അവിടുത്തെ എമർജൻസി കാഷ്വാലിറ്റികളിൽ മരണനിരക്ക് 13% കൂടുതലായിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് സംഭവിക്കുക? അതാണ് ഇതിനകത്തുള്ളൊരു കോൺട്രഡിക്ഷൻ. ഇപ്പം നമ്മളെല്ലാം വളരെ പോസിറ്റീവായിട്ട് ചിന്തിച്ച് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വരുന്നത് നല്ലതായിരിക്കും, തീർച്ചയായിട്ടും ഫെസിലിറ്റീസ് കൂടും, ക്വാളിറ്റി ഓഫ് കെയർ കൂടും, ഇതാണ് നമ്മൾ പ്രധാനമായിട്ട് ഹൈലൈറ്റ് ചെയ്യുന്നത്. പക്ഷേ US അനുഭവം ക്വാളിറ്റി കുറയുകയാണ് ചെയ്തത്. അത് എന്തുകൊണ്ട് എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അവരത് കാരണം ഈ ആദ്യം പറഞ്ഞ രീതിയിൽ എത്രയും പ്രോഫിറ്റ് എത്രയും വേഗം ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ രീതി. സ്വാഭാവികമായിട്ട് ഒരു മാൻ പവർ കട്ട് ചെയ്യും. അതായത് സീനിയറായിട്ടുള്ള ഫിസിഷ്യൻസിനെയും സീനിയറായിട്ടുള്ള കൺസൾട്ടൻസിനും പകരം അവർ ലെസ് എക്സ്പീരിയൻസോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള കുറച്ചുകൂടെ ലെസ് പെയ്ഡ് ആയിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇതെല്ലാം US അനുഭവം ഞാൻ പറയുന്നുള്ളൂ. അതുപോലെ ട്രെയിൻഡ് ആയിട്ടുള്ള സീനിയർ ആയിട്ടുള്ള നഴ്സിംഗ് സ്റ്റാഫിന് പകരം ജൂനിയർ ആയിട്ടുള്ള ആൾക്കാരെ പ്ലേസ് ചെയ്യാൻ, ട്രെയിനീസിനെയൊക്കെ ചെയ്യാം. അങ്ങനെ ലാഭം ഉണ്ടാക്കുന്നത് അതാണ് ആ പഠനത്തിൽ തന്നെ കാണിക്കുന്ന ഒരു പ്രധാന പോയിൻ്റ്. അതാണ് മാൻ പവറും അതിൻ്റെ അതുപോലെ സാലറി ഹെഡ്സിലും വന്ന കട്ടാണ് ഇവരുടെ പ്രോഫിറ്റും അതേസമയം ക്വാളിറ്റി ഓഫ് കെയറിൽ വന്ന റിഫ്ലക്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് ഇതിനെക്കുറിച്ച് നമ്മൾ ജാഗ്രത ഉണ്ടാവണം. അപ്പോൾ അതിന് ഉള്ള റെഗുലേറ്ററി മെക്കാനിസം എന്താണെന്നുള്ള ഗവൺമെൻറ് ആലോചിക്കണം. തീർച്ചയായിട്ടും ഗവൺമെൻറ് അംഗീകരിച്ചിട്ടുള്ള 100% FDA പോളിസി അനുസരിച്ച് തന്നെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതോടൊപ്പം ഇപ്പോൾ US പിന്നെ കുറച്ചുകൂടെ നമുക്ക് റെഗുലേഷൻസ് ഉണ്ടെന്ന് പറയാം, ഈ പേഷ്യൻസ് റൈറ്റ്സും ഒക്കെ. നമ്മുടെ നാട്ടിൽ പേഷ്യൻസ് റൈറ്റ്സ് അത്രത്തോളം പ്രൊട്ടക്റ്റഡ് ആണോ എന്നുള്ളത് സംശയമുണ്ട്. തീർച്ചയായിട്ടും അവരുടെ ആശങ്കകൾ, ജനങ്ങളുടെ ആശങ്കകൾ, ഈ ചികിത്സ തേടുന്നവരുടെ ആശങ്കകൾ പരിഹരിക്കപ്പെടുക തന്നെ വേണം. നമ്മുടെ ടോട്ടൽ ഹെൽത്ത് എക്സ്പെൻഡിച്ചർ നോക്കിയാൽ 4% മാത്രമേ ഇൻഷുറൻസ് സെക്ടറിൽ നിന്ന് വരുന്നുള്ളൂ, ബാക്കി മുഴുവൻ ഔട്ട് ഓഫ് പോക്കറ്റ് വരുന്നു. പക്ഷേ പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ 40-50% ഇൻഷുറൻസ് പേഷ്യൻസ് വരുന്നതായിട്ട് കാണിക്കുന്നു. എന്തായാലും ശരി, ഇക്കാര്യത്തിൽ ഇൻഷുറൻസ് റിജക്ഷൻ റേറ്റ് കൂടുതലാണെങ്കിൽ അത് പരിഹരിക്കണം. അതോടൊപ്പം തന്നെ ഹോസ്പിറ്റൽസിൻ്റെ ക്വാളിറ്റി എങ്ങനെ നിയന്ത്രിക്കാമെന്ന് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ്, അത് ഓഫ് കോഴ്സ് എല്ലാ ലെവൽസ് ഓഫ് ഹോസ്പിറ്റൽസും ഡിഫറൻ്റ് ആയിരിക്കാം. ആ രീതിയിൽ ഉള്ള പ്രോട്ടോകോൾസ് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതുപോലെ തന്നെ ഈ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫിൻ്റെ ക്വാളിഫിക്കേഷൻ, മറ്റ് ഏത് രാജ്യത്താണെങ്കിലും അവിടെയുള്ള ഏറ്റവും ലോവസ്റ്റ് കേഡറിലുള്ള ഒരു പാരാമെഡിക്കൽ സ്റ്റാഫിൻ്റെ പോലും അവരുടെ ക്വാളിഫിക്കേഷൻസ്, ഡാറ്റ ഫ്ലോയും എല്ലാവിധ ക്വാളിറ്റി ചെക്കിങ് കഴിഞ്ഞ് മാത്രമേ അവർ നിയമിക്കാൻ സാധിക്കൂ. പക്ഷേ നമ്മുടെ ഇവിടെ ആ രീതിയിലുള്ള ഒരു സ്ട്രിഞ്ചൻറ്റ് റെഗുലേഷൻസ് ഇപ്പോൾ നിലവിലില്ല. നമുക്ക് അക്കാര്യത്തിലേക്കും കേരളം ചിന്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഡോക്ടർ സഹദുള്ള, അദ്ദേഹം ഉന്നയിച്ച ഈ ആക്ഷേപങ്ങളോട് സാർ എങ്ങനെയാണ് മറുപടി നൽകുന്നത്? നമുക്കറിയാം, ഇൻവെസ്റ്റ്മെൻറ്റിന് കോടികൾ ആണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സ്വാഭാവികമായും അവർ ലാഭം പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. നമുക്കറിയാം, നമ്മുടെ പ്രധാനപ്പെട്ട ആശുപത്രികളൊക്കെ ഇതുവരെ അത് ലീഡ് ചെയ്തിരുന്നത് വിദഗ്ധരായ ഡോക്ടർമാരാണ്. ഇത്തരം പ്രൈവറ്റ് ഇക്വിറ്റി കമ്പനികൾ ഒരു ആശുപത്രി ഏറ്റെടുക്കുമ്പോൾ അവരുടെ തന്നെ മാനേജ്മെൻറ്റ് വിദഗ്ധരായിരിക്കും ആശുപത്രിയുടെ തലപ്പത്തേക്ക് വരിക. സ്വാഭാവികമായും അവരുടെ നിയന്ത്രണത്തിലായിരിക്കും പിന്നീടുള്ള ആശുപത്രിയുടെ യാത്ര. അപ്പോൾ ഡോക്ടർമാർ, ഇപ്പം നമ്മളൊരു രോഗി ഡോക്ടറുടെ അടുത്തേക്ക് വരുമ്പോൾ ആ ഡോക്ടറുടെ കണ്ണിൽ ദൈവത്തെ കാണുന്ന ആളുകളാണ് നമ്മൾ സാധാരണ മനുഷ്യർ. അപ്പോൾ ഒരു ഡോക്ടർക്ക് ആ ഡോക്ടറുടെ മേലും ടാർഗറ്റ് ഉണ്ടാവുക സ്വാഭാവികമല്ലേ? അപ്പോൾ അനാവശ്യ ചികിത്സകൾ, അനാവശ്യ പരിശോധനകൾ എഴുതുന്നു എന്നുള്ളതൊക്കെയാണ് പ്രൈവറ്റ് ആശുപത്രികളെക്കുറിച്ച് പൊതുവെയുള്ള വിമർശനം. ഡോക്ടർ, അപ്പോൾ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മളെല്ലാം പ്രതീക്ഷിക്കുന്നത് ആഗോള നിലവാരമുയരുന്നു, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ കൂടുതൽ വരുന്നു, സൗകര്യങ്ങളെല്ലാം ഹൈ എൻഡ് ആവുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരം ആക്ഷേപങ്ങൾ കൂടി കേൾക്കുമ്പോൾ ഡോക്ടർ എങ്ങനെയാണ് അതിന് മറുപടി നൽകാനുള്ളത്? ഇങ്ങനെയുള്ള ഒരു ഡിബേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഡിബേറ്റിൻ്റെ പേരിലുള്ള ഇതിന് ഫോളോയിങ് ആക്ഷനും ഗവൺമെൻറ് ലെവലിലോ പോളിസി ലെവലിലോ വളരെ ഇമ്പോർട്ടൻ്റാണ്. എനിവേ, ചോദ്യത്തിന് ഇത് പ്രൈവറ്റ് ഇക്വിറ്റി ഇല്ലാത്ത ഒരു സമയത്തും ഞാൻ ഈ 25 വർഷമായിട്ട് മാനേജ് ചെയ്യുക ഹോസ്പിറ്റൽസ് ഇവിടെ ഇന്ത്യയിൽ. അപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി ഇല്ലാതെ ഞങ്ങളുടെ പൈസ കൊണ്ട് തന്നെ മാത്രം ഉണ്ടാക്കി ലോൺ എടുത്ത് കഷ്ടപ്പെട്ട് ചെയ്തതും, അത് കഴിഞ്ഞിട്ട് പിന്നെ പ്രൈവറ്റ് ഇക്വിറ്റി വന്ന് കുറച്ചുകൂടെ എക്സ്പാൻഡ് ചെയ്ത 2 വിധത്തിലുള്ള എക്സ്പീരിയൻസ് വെച്ചും ഞാൻ പറയാം. ബാക്കിയുള്ളവരുടെ എക്സ്പീരിയൻസ് എന്താണെന്ന് എനിക്ക് കോട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷേ എൻ്റെ എക്സ്പീരിയൻസ് പറയാം. പണ്ടും ഈ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു, ആവശ്യമില്ലാത്ത ഇൻവെസ്റ്റിഗേഷൻസ് നമ്മുടെ ഡോക്ടേഴ്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പ്രൈവറ്റിലെ ഡോക്ടേഴ്സ് കൂടുതൽ ചെയ്യും. ഗവൺമെൻറ് ഡോക്ടേഴ്സിനെയും ആരും വെറുതെ വിട്ടിട്ടൊന്നുമില്ല, അവരും ആവശ്യമില്ലാതെ MRI ചെയ്യുന്നു, CT ചെയ്യുന്നു. ഇന്ന് ഹെൽത്ത് കെയറിൻ്റെ സ്റ്റേജ് തന്നെ കംപ്ലീറ്റ് മാറി. എക്കണോമിക് ഡെവലപ്മെൻറ്റും പല ഡെവലപ്മെൻറ്റും വന്നു. ഞാൻ ഹോസ്പിറ്റൽ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഇറ്റ് വാസ്
അന്ന് GDP നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് അത് 0.4 ട്രില്യൺ 400 ബില്യണായിരുന്നു. ഇന്ന് അതേ സമയത്ത് ആഫ്റ്റർ 24 ഇയേഴ്സ് വി ആർ 4.4 ട്രില്യൺ 4400 ബില്യൺ ആണ്. ഇനി 10 വർഷത്തിനകം ഗവൺമെൻറ് പറയുന്നത് എന്താ വെച്ചാൽ നമ്മൾ 10 ട്രില്യൺ ആവും. ആൻഡ് നമ്മൾ ലോകത്തെ 3ാമത്തെ എക്കണോമിക് കൺട്രി. സോ അങ്ങനെ വരുമ്പോൾ പല ഡെവലപ്മെൻറ്റ്സും ഇതിൻ്റെ കൂടെ വരുമെന്നുള്ളത് തീർച്ചയാണ്. നാച്ചുറലി കോസ്റ്റ് കൂടുകയും ചെയ്യും. പക്ഷേ മഞ്ജുഷയുടെ ചോദ്യത്തിന് ഡയറക്റ്റായിട്ട് ഞാൻ ആൻസർ പറയാം. ഈ പ്രൈവറ്റ് ഇക്വിറ്റി വന്നതിന് ശേഷം ഒരുപാട് കംപ്ലയൻസും, ആളുകളുടെ ശമ്പളം കൂട്ടുക, ശമ്പളം കംപ്ലീറ്റ് ആയിട്ട് നോക്കുക, ഒരു വിധത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ കാണാതിരിക്കുക, ക്വാളിറ്റി കൂട്ടുക, പേഷ്യൻ്റ് സേഫ്റ്റി കൂട്ടുക, എഫിഷ്യൻസി കൂട്ടുക, ഇത് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡോക്ടേഴ്സിന് കൊടുക്കുക. അങ്ങനെയുള്ള എല്ലാ വിധത്തിലും എഫിഷ്യൻസി, പ്രൊക്യൂർമെൻറ്റിൽ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വലിയ ആശുപത്രി ആയത് കാരണം നമ്മൾ മരുന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ഞങ്ങൾക്ക് കൂടുതൽ ബാർഗെയിൻ ചെയ്യാൻ പറ്റും. അപ്പോൾ മരുന്ന് കുറച്ച് വില കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള എഫിഷ്യൻസി കൂട്ടുന്നത് കൊണ്ടാണ് മിക്കപ്പോഴും കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുക. ലാഭം ഉണ്ടാക്കുന്നില്ലേ, ഡെഫിനറ്റായിട്ട് ലാഭം ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണല്ലോ അവർ വന്ന് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അത് ഡെഫിനറ്റാണ്. പക്ഷേ ഒരു ഡോക്ടർമാരടുത്ത് ഇന്ന് വരെ ഒരു ടാർഗറ്റ് കൊടുത്തിട്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ കൂടുതൽ ചെയ്യണം എന്ന് ഇന്ന് വരെ മാനേജ്മെൻറ്റോ ഞാനോ പറഞ്ഞിട്ടില്ല. ആൻഡ് അതേസമയം ഡോക്ടർമാരടുത്ത് പ്രോബ്ലി ഇവർക്കെല്ലാം അറിയാം, നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ഡോക്ടർമാരെല്ലാം അവരുടെ എല്ലാം ക്ലാസ്മേറ്റ്സും എല്ലാമാണ്. ഒരൊറ്റ ടാർഗറ്റ് കൊടുത്തിട്ടില്ല. ആവശ്യമില്ലാത്ത ഒരു MRI എടുക്കരുത്, ആവശ്യമില്ലാത്തൊരു CT എടുക്കരുത്. പക്ഷേ ഇന്നത്തെ ഡിമാൻഡ്, നമ്മുടെ സൊസൈറ്റിയിലെ ഡിമാൻഡ് കൂടെ നിങ്ങൾ നോക്കണം. സൊസൈറ്റിയിലെ ഡിമാൻഡ് എന്ന് വെച്ചാൽ അവരും വന്നിട്ട് എന്തുകൊണ്ട് CT എടുത്തില്ല. സപ്പോസ് ഒരു ഡോക്ടർ മെഡിക്കൽ കോളേജിൽ കണ്ടു കഴിഞ്ഞിട്ട് ഹെഡേക്കിന് ഒരു CT എടുത്തില്ല, നല്ല ഒരു എക്സാമിൻ ചെയ്തിട്ട് ആവശ്യമില്ലയെന്ന് തോന്നിയതുകൊണ്ട് എടുക്കാതിരുന്നത്. ഒരു 100% അയാൾ തെറ്റായി കാണും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അയാൾക്കൊരു ട്യൂമർ ഉണ്ടായി. ഓക്കെ, മെഡിക്കൽ കോളേജിൽ പോയിട്ട് CT എടുത്തില്ല, അതുകൊണ്ട് അയാൾക്ക് ട്യൂമർ മിസ് ചെയ്തു. അതേസമയം പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വന്നിട്ട് അത് ചെയ്തു. അതിനും യാതൊരു വിധത്തിലുള്ള ജസ്റ്റിഫിക്കേഷൻ ഇല്ല അങ്ങനെ പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ പബ്ലിക്കിൻ്റെ അഫോർഡബിൾ പബ്ലിക്കിൻ്റെ ഡിമാൻഡും ഈ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യാൻ കൂടുതലാണ്. എന്തുകൊണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ ചെയ്തില്ല, എന്തെങ്കിലും മിസ് ചെയ്താൽ? അപ്പോൾ നാച്ചുറലി ഡോക്ടേഴ്സിന് ഒരു ഡിഫെൻസീവ് മെക്കാനിസം ഓഫ് പ്രാക്ടീസ് വരും. അത് ഞാൻ പ്രൈവറ്റ് സെക്ടറിൽ മാറ്റം പറയുന്നില്ല, ഈവൻ ഗവൺമെൻറ് സെക്ടറിൽ ദേ വിൽ ലുക്ക്. കാര്യം വെച്ചാൽ പഴയതുപോലല്ലോ, എല്ലാവരും കേസ് കൊടുക്കും, എല്ലാവരും കൺസ്യൂമർ കോർട്ടിൽ പോകും, ഡോക്ടർമാരെ വയലൻ്റായിട്ട് ഡീൽ ചെയ്യും. എത്ര ഇൻസിഡൻസാണ് IMA തന്നെ എത്ര പ്രാവശ്യം അതിനെപ്പറ്റി കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട്. നാഷണൽ ലെവലിൽ ഞാനൊരു നാഷണൽ അസോസിയേഷൻ പ്രസിഡൻറ്റാണ്. വി ഹാവ് കംപ്ലയിൻറ്റ് ടു ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ചേഞ്ചസ് വരുന്നതുകൊണ്ട് ഡെഫിനറ്റായിട്ട് ഒരു പെർസെപ്ഷനുണ്ട്. ബട്ട് പെർസെപ്ഷനും റിയാലിറ്റിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു വിധത്തിലുള്ള എൻ്റെ അനുഭവത്തിൽ, എക്സ്പീരിയൻസിൽ യാതൊരു വിധത്തിലുള്ള ഒരു കാര്യം പോലും ലാഭം ഉണ്ടാക്കാൻ വേണ്ടി ഡോക്ടർമാരെ കൂടുതൽ ചെയ്യിപ്പിക്കുകയോ അല്ലെങ്കിൽ നഴ്സസ് കൊണ്ട് കൂടുതൽ ചെയ്യിപ്പിക്കുകയോ അല്ല എന്നുള്ളത് വളരെ ബോധപൂർവമായിട്ട് എനിക്ക് പറയാം. പിന്നെ ക്വാളിറ്റിക്ക് ഒരു പ്രൈസുണ്ട്. ആ ക്വാളിറ്റിയും ഹൈജീനും ബാക്കിയുള്ളതെല്ലാം കൊടുക്കുന്നതിന് അതിനു വേണ്ടി മാനേജ്മെൻറ്റിൻ്റെ ഇതായിട്ട് താരിഫ് ഇൻക്രീസ് ചെയ്യുന്നത് പണ്ട് ചെയ്തതുപോലെയും പ്രൈവറ്റ് ഇക്വിറ്റി വന്നിട്ട് ചെയ്യുന്നത് പോലെയും ഒരുപോലെയാണ്. അല്ല, അതിനൊരു കുറ്റം പറയാനായിട്ടില്ല. പക്ഷേ പറഞ്ഞതുപോലെ IPO എല്ലാം വരുമ്പോഴത്തേക്ക് അതിൻ്റെ മൾട്ടിപ്പിൾസ് ഇത് ചെയ്യുക. അതിപ്പോൾ നമ്മൾ പോയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നില്ലേ? അപ്പോൾ നമ്മളെന്താ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? Because we are looking for better companies and so everywhere a commercialism has come in. That commercialism will continue and that has to അത് കണ്ടിന്യൂ ചെയ്തില്ലെങ്കിൽ കൺട്രി ഇമ്പ്രൂവ് ചെയ്യില്ല. ആൻഡ് അപ്പോൾ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ഗവൺമെൻറ് ഓഫ് കേരളയും എല്ലാം ഇൻഡസ്ട്രി ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള വിധത്തിൽ ഡയറക്റ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ നമ്മുടെ ഡിബേറ്റ് എങ്ങനെ പോകണമെന്ന് വെച്ചാൽ ഇതെല്ലാം ഒരു പബ്ലിക് പ്രൈവറ്റ് പാർട്ടിസിപ്പേഷൻ കൊണ്ടും
ഗവൺമെൻറ്റും നമ്മളും പബ്ലിക് ഹെൽത്തും IMA എല്ലാവരും കൂടെ ഇരുന്നിട്ട് ഇതെങ്ങനെ ഷെയർ ചെയ്തിട്ട് ശരിക്കും പബ്ലിക്കിന് യൂട്ടിലൈസ് ചെയ്യാം, എങ്ങനെ അവരുടെ ഔട്ട് ഓഫ് പോക്കറ്റ്സ് എക്സ്പെൻസസ് 60% എങ്ങനെയെങ്കിലും കുറച്ച് കൊണ്ടുവരാം, എങ്ങനെ ഇൻഷുറൻസ് അഫോർഡബിൾ ആക്കാം. അങ്ങനെ ആ ചിന്താഗതിയിലേക്ക് പോയാലേ ഹെൽത്ത് കെയർ അഫോർഡബിൾ ആവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ 2037 എന്നെല്ലാം പറയുന്നത് പ്രസിഡന്റ് കലാം തുടങ്ങിയപ്പോഴത്തേക്ക് 2025 ആയിരുന്നു, ഇപ്പോൾ 2026 ആയി. അപ്പോൾ ഇനി ആഫ്റ്റർ 10 years ഓൾസോ വി വിൽ നോട്ട് അച്ചീവ് എനിത്തിങ്. സോ വി ഹാവ് ടു ചേഞ്ച് അവർ മൈൻഡ് സെറ്റ്, sit together, debate and see what we can do for the public. Everybody wants to do something for the public, but nobody is really the reality illa. Appo perception and reality are two facts which namukku general debate karanavum പ്രവൃത്തി കാരണവും കൊണ്ടുവരണം. ദാറ്റ്സ് മൈ അപ്പീൽ. വ്യക്തമാണ് സർ. നമ്മുടെ ടോപ്പിക് ചികിത്സ ചിലവ് താങ്ങുമോ എന്നുള്ളതാണ്. സ്വാഭാവികം ഇപ്പോൾ പ്രൈവറ്റ് ഇക്വിറ്റി കോർപ്പറേറ്റ് ഹോസ്പിറ്റലുകൾ ഒഴിച്ചു നിർത്തിയുള്ള പ്രൈവറ്റ് മേഖലയിലുള്ള ആശുപത്രികളിലെ ചികിത്സാ ചിലവ് ഒരു സാധാരണക്കാരന് പലപ്പോഴും താങ്ങണമെങ്കിൽ അയാൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആവശ്യമായിരിക്കാം. ഡോക്ടർ, ഇപ്പോൾ ഇത്തരം കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിലെ ഹെൽത്ത് ഇൻഷുറൻസ് പ്രീമിയം തുക ഓരോ വർഷവും ആ ആശുപത്രിയിലെ ബില്ല് ഉയരുന്നതിനനുസരിച്ച് പ്രീമിയം തുകയും ഉയർന്നേക്കും. കാരണം ഈ ഇക്വിറ്റി കമ്പനികൾക്കെല്ലാം ഹെൽത്ത് ഇൻഷുറൻസ് സെക്ടറിലും ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഡോക്ടറെ, ഈ പണമുള്ളവർക്ക് മെച്ചപ്പെട്ട ചികിത്സ, സാധാരണക്കാരന് അതില്ലാതെ വരുന്ന ഒരു ആരോഗ്യ അസമത്വം കുറയ്ക്കാൻ എത്തരത്തിലാണ് ഹെൽത്ത് ഇൻഷുറൻസ് കാര്യങ്ങൾ എന്ത് മാറ്റമാണ്? അതായത് ഓരോ വ്യക്തിയുടെയും വരുമാനത്തിനും അഫോർഡബിൾ ആകുന്ന തരത്തിലുള്ള ഇൻഷുറൻസ്, അത്തരത്തിലുള്ള പോളിസികൾ കാറ്റർ ചെയ്യപ്പെടേണ്ടതില്ലേ? ആ ഒരു കാര്യം കൂടി എങ്ങനെ പറയും? ഈ ഹെൽത്ത് ഇൻഷുറൻസിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും സർക്കാരിൻ്റെ ആരോഗ്യരംഗത്തെ മുതൽ മുടക്ക് വളരെ കുറവാണ്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും കൂടി 18 ലക്ഷം കോടിയാണ് ആരോഗ്യരംഗത്ത് ആകെ ഇൻവെസ്റ്റ് ചെയ്തത് GDP. അതേസമയം അതിൽ ഏകദേശം 4 ലക്ഷം കോടി മാത്രമേ ഉള്ളൂ എല്ലാ സർക്കാരുകളും, കേന്ദ്ര സർക്കാരുകളും അതുപോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാന സർക്കാരുകളുടെയും കൂടിയുള്ള മൊത്തം ഇൻവെസ്റ്റ്മെൻറ്റ് 4 കോടിയേ ഉള്ളൂ. ഏകദേശം ബാക്കിയുള്ള 13-14 ലക്ഷം കോടിയോളം രൂപ പ്രൈവറ്റ് സെക്ടറിൽ നിന്നാണ് വന്നുകൊണ്ടിരിക്കുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദി ഹെൽത്ത് സെക്ടർ. അപ്പോൾ അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ മുതൽ മുടക്ക് കൂട്ടിയാൽ മാത്രമേ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എല്ലാവർക്കും ആരോഗ്യം എന്ന രീതിയിൽ കൊണ്ടുപോകാൻ കഴിയുള്ളൂ. 2012 അതായത് 12ാം പ്ലാനിംഗ് കമ്മീഷൻ്റെ ഉന്നതാധികാര സമിതി 2011 പ്രപ്പോസ് ചെയ്തത് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആണ്. അതിൻ്റെ ഭാഗമായിട്ട് അവർ വെച്ചത് എല്ലാവർക്കും നമുക്ക് അടുത്ത 10 years കൊണ്ട് യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ അച്ചീവ് ചെയ്യാൻ പറ്റും. പക്ഷേ 2021 ആയപ്പോഴേക്കും അത് നടപ്പായില്ല. അപ്പോൾ നീതി ആയോഗ് പ്രപ്പോസ് ചെയ്തത് ഇൻഷുറൻസ് മോഡലാണ്, ഇടനിലക്കാരുള്ള ഇൻഷുറൻസ് മോഡലാണ്. പക്ഷേ 2024 ആയപ്പോഴേക്കും അതും ഫെയിൽ ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഓട്ടോമാറ്റിക് റൂട്ട് വഴിയുള്ള ഈ സാമ്പത്തിക ഫിനാൻഷ്യൽ ഇൻഫ്ലോ പ്രൈവറ്റ് ഇക്വിറ്റി വന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചുള്ള ഇൻഷുറൻസ് മോഡലല്ല, നമുക്ക് എല്ലാവർക്കും ഇന്ത്യയിൽ എല്ലാവർക്കും അഫോർഡബിളായിട്ട് ഹെൽത്ത് കെയർ. എൻ്റെ ഒരു സജഷൻ, പൊതുവെയുള്ള പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ട് സജഷൻസ് എന്താ വെച്ചാൽ നമുക്ക് ഹെൽത്ത് സെസ്സോ ഹെൽത്ത് ടാക്സ് കൊണ്ടുവരാവുന്നതാണ്. ഓരോ ആളുകളുടെ വ്യക്തിയുടെ ഇൻകം അനുസരിച്ചുള്ള ടാക്സേഷൻസ് കൊണ്ടുവരികയും ആ ടാക്സ് കോമൺ പൂളിലേക്ക് ഇട്ടുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരേ രീതിയിൽ ചികിത്സ, ആർക്കാവട്ടെ, ഒരു നിത്യക്കൂലി ചെയ്യുന്ന തൊഴിലാളിക്കും അതുപോലെ തന്നെ ഏറ്റവും ഒരു വലിയ അഫോർഡബിളായിട്ടുള്ള ആൾക്കും എല്ലാം ഈക്വൽ കെയർ കിട്ടുന്ന മെത്തഡോളജിയുള്ള ഒരു ഹെൽത്ത് സെസ്സോ ഹെൽത്ത് ടാക്സോ ഗവൺമെൻറ് നടപ്പാക്കാവുന്നതാണ്. അതിൽ തന്നെ BPL ആയിട്ട് ബിലോ പോവർട്ടി ലൈൻ ആളുകൾക്ക് വേണ്ടി സ്പെഷ്യൽ പാക്കേജസും ഗവൺമെൻറ് കൊണ്ടുവരാവുന്നത്. ഇൻഷുറൻസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത തന്നെ ഡോക്ടർ അൽത്താഫ് നേരത്തെ വിവരിച്ചു. 2021 ആയപ്പോൾ അമേരിക്കയിൽ തന്നെ 27% ആളുകൾ ഇൻഷുറൻസ് പുറത്താണ്. കോവിഡ് ക്ലിയർ ആയിട്ടൊരു കാര്യം കാണിച്ചു. കോവിഡിൽ അമേരിക്കയ്ക്ക് ഇതുപോലുള്ള വലിയ ഫിനാൻഷ്യൽ ക്രഞ്ച് വന്നപ്പോൾ വാൻഗാർഡ് എന്ന കമ്പനിയോട് ശ്രീ ബൈഡൻ സപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. ആ കമ്പനി പിന്മാറുന്നു. അതേസമയം അതോടൊപ്പം അവർക്ക് എക്യുപ്മെൻറ്റ്സ് ഉണ്ടായില്ല, പല രീതിയിലുള്ള വെന്റിലേറ്റർ സപ്പോർട്ടില്ലായത് എത്രയോ ലക്ഷക്കണക്കിന് ആളുകൾ അമേരിക്ക മരിക്കേണ്ടത്. അതേസമയം ചൈനീസ് മോഡലാണെങ്കിൽ അവിടുത്തെ എല്ലാ ഓട്ടോമാറ്റിക് കാർ ഫാക്ടറികളെല്ലാം തന്നെ അവർ പ്രൊഡക്ഷൻ നിർത്തി വെന്റിലേറ്റർ തുടങ്ങിയ ആക്സസറീസ് ഉൽപ്പാദിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ആ രീതിയിലേക്കുള്ള ഒരു മെക്കാനിസം ഡിഫറൻസിൻ്റെ അപ്രോച്ചാണ് അതിൽ വരുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇൻഷുറൻസ് മോഡലല്ല അവൈലബിളായിട്ടാണ് പറയുന്നത്. ഇന്ത്യയിൽ തന്നെ ഇപ്പം 50% ആളുകളുടെ ഇൻഷുറൻസ് മോഡൽ താഴെയാണ്, 50% പോലും ഇല്ലാതിരിക്കും. 31% കവർ ചെയ്യുന്നുള്ള ലേറ്റസ്റ്റ് ഇതുള്ളത്. അതുപോലെ തന്നെ ഇൻഷുറൻസിൻ്റെ റിജക്ഷൻ റേറ്റ് പലപ്പോഴും പല ഇൻഷുറൻസ് കമ്പനികൾ വരുമ്പോൾ നമുക്ക് ഇൻഷുറൻസ് റിജക്ഷൻ റേറ്റ് കൂടി വരും. ഭാവിയിൽ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യം, ഈ പ്രൈവറ്റ് ഇക്വിറ്റി ഇൻവെസ്റ്റ്മെൻറ്റ് സെയിം ഇൻവെസ്റ്റേഴ്സ് ഇൻഷുറൻസിന് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതോടുകൂടി അത് ബാലൻസ് ചെയ്ത് പോകുന്ന മെക്കാനിസം ആയിരിക്കും പലപ്പോഴും വരാൻ പോകുന്നത്. അതായത് ഈ ഇൻഷുറൻസ് മോഡലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് അഫോർഡബിൾ ആളുകൾക്ക് മാത്രമേ ഉള്ളൂ. പല രീതിയിലുള്ള റെസ്ട്രിക്ഷൻസും
ഏജ്, പ്രത്യേകിച്ച് ഡോക്ടർ അൽത്താഫ് പറഞ്ഞ പോലെ നമ്മുടെ വൃദ്ധജനങ്ങളുടെ സംഖ്യ കൂടി വരുന്നത്, അവരൊന്നും തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് കവർ ചെയ്യുന്നില്ല. 60 വയസ്സ് കഴിഞ്ഞ് പല ബാരിയേഴ്സും തടസ്സങ്ങളുണ്ട് അവർക്ക് എൻറോൾ ചെയ്യാൻ, പ്രീമിയത്തിൻ്റെ ചിലവ് കൂടുന്നത് എല്ലാം ഉണ്ട്. അപ്പോൾ ഈ രീതിയിൽ നോക്കുമ്പോൾ യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ ആയിട്ടുള്ള പബ്ലിക് ഫണ്ടിങ്, സാറൊക്കെ പറഞ്ഞ പബ്ലിക് ഫണ്ടിങ് കൂട്ടണം. നിർബന്ധമായിട്ടും കേന്ദ്ര ഗവൺമെൻറ് മിനിമം ഒരു 5% മൊത്തം ആഭ്യന്തര ഉൽപ്പാദനത്തിൻ്റെ, അതായത് GDP-യുടെ 5% ആരോഗ്യരംഗത്തേക്ക് മാറ്റിവെക്കണം. അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അതിനുള്ള വിഹിതം കൊടുത്തുകൊണ്ട് മാറ്റിവെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് ആ യൂണിവേഴ്സൽ ഹെൽത്ത് കെയറിൻ്റെ ഒരു പകുതിയെങ്കിലും എത്താൻ കഴിയൂ. അതോടൊപ്പം തന്നെ നിലവിൽ ഒരു ഗ്യാപ്പ്, ബ്രിഡ്ജിങ് ദ ഗ്യാപ്പ് എന്നതിലേക്ക് ഇടക്കാലത്ത് നമുക്ക് ഒരു ഹെൽത്ത് സെസ്സോ അല്ലെങ്കിൽ ഹെൽത്ത് ടാക്സോ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ട് എല്ലാവർക്കും അവരുടെ വരുമാനത്തെ വെച്ച് ടാക്സ് വെച്ചുകൊണ്ട് ഫ്രീ ഹെൽത്ത് കെയർ രാജ്യത്ത് കൊടുക്കാൻ പറ്റണം. അതിൽ പ്രൈവറ്റ് പബ്ലിക് പാർട്ട്ണർഷിപ്പ് കൊണ്ടുവരാവുന്നതാണ്. അതിൻ്റെ ഇക്വിറ്റി ഷെയർ, അതിൻ്റെ പല അഫോർഡബിൾ ആയിട്ടുള്ള കാര്യങ്ങൾക്ക്, അഫോർഡബിൾ അല്ലാത്ത ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഹയർ എൻഡ് കെയർ, അതായത് ക്വാളിറ്റി കെയർ, ഹയർ എൻഡ്, അതായത് സ്പെഷ്യാലിറ്റി കെയർ, പ്രത്യേകിച്ച് സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി കെയറുള്ള മേഖലയിൽ മാത്രമേ പ്രൈവറ്റ് ഇക്വിറ്റി വരുന്നുള്ളൂ. കേരള മോഡലിൻ്റെ ഹെൽത്ത് മോഡലിൻ്റെ പ്രൈമറി ഫണ്ടമെൻ്റൽ ബേസ് എന്ന് പറഞ്ഞാൽ പ്രാഥമിക, ദ്വിതീയ ആരോഗ്യ കേന്ദ്രങ്ങളാണ്. അപ്പോൾ പ്രൈമറി ഹെൽത്ത് കെയർ ഫെസിലിറ്റീസിലൊന്നും ഈ ഇക്വിറ്റി വരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്വകാര്യ നിക്ഷേപകരെയും സ്വകാര്യ പ്രൈവറ്റ് ഹോസ്പിറ്റൽ എൻ്റർപ്രൈനേഴ്സിനെയും സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഗവൺമെൻറ് ഉൾപ്പെടെ ഇത്തരം ഹെൽത്ത് സെസ് കൊണ്ടുവന്നുകൊണ്ട് അവരെ ഉൾപ്പെടെ സപ്പോർട്ട് ചെയ്യാനുള്ള മെക്കാനിസമാണ്. അതുപോലെ തന്നെ ടാക്സേഷൻസും ലൈസൻസിങ് പ്രോസസ്സും ഇളവ് നൽകിക്കൊണ്ട് ചെറുകിട, അതുപോലെ തന്നെ ചെറിയ ആശുപത്രികളെയും മീഡിയം സൈസ് ആശുപത്രി സപ്പോർട്ട് ചെയ്യുകയും, അതുപോലെ തന്നെ ഈ ലക്ഷറി ടാക്സുകളെല്ലാം ആശുപത്രിക്ക് പിൻവലിച്ചുകൊണ്ട് അതൊരു സർവീസ് മേഖല, ആരോഗ്യ സർവീസ് മേഖല കണക്കാക്കി ആ രീതിയിലേക്ക് അപ്രോച്ച് ചെയ്യും. ഒരു സ്ഥലത്ത് ഗവൺമെൻറ് ഇതിനെ ഒരു ലക്ഷറി സാധനമായി കാണുകയും വേറൊരു സ്ഥലത്ത് സർവീസ് എന്ന് പറയുന്നതിൻ്റെ ഒരു പാരഡോക്സ് നമുക്കിവിടെ വിസിബിളാണ്. അപ്പോൾ ജനറലി ഇൻഷുറൻസ് മോഡൽ ആക്സെപ്റ്റബിൾ ആണെന്ന് വെച്ചാൽ അല്ല എന്നാണ് എൻ്റെ ഉത്തരം. അതേസമയം യൂണിവേഴ്സൽ ഹെൽത്ത് കെയർ എല്ലാവർക്കും ആരോഗ്യം കിട്ടുന്നതിന് വേണ്ടി രാജ്യത്ത് ഹെൽത്ത് സെസ്സോ ഹെൽത്ത് ടാക്സോ ഇംപ്ലിമെൻറ്റ് ചെയ്യാവുന്നു. നമുക്കിനി ഓഡിയൻസിൻ്റെ ക്വസ്റ്റ്യൻസ് എടുക്കാം. investments വരുമ്പോൾ different departments in the hospitals are becoming different P&L units, profit and loss units. അപ്പോൾ അങ്ങനെ വരുമ്പോൾ how do you see that? Are doctors at times becoming pre-sales consultants or maybe at times sales consultants as well? എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും പെർഫോമൻസ് ഞങ്ങൾ എല്ലാ മാസവും മോണിറ്റർ ചെയ്യാറുണ്ട്. വളരെ ശരിയാണ് പറയുന്നു. അങ്ങനെ മോണിറ്റർ ചെയ്യുന്നതിന് കാരണം വളരെ എഫിഷ്യൻസി ആയിട്ട് നടത്താൻ പറ്റും. പല ഇൻഎഫിഷ്യൻസീസ് നമ്മുടെ സിസ്റ്റത്തിലുണ്ട്. അപ്പോൾ ഒരു സിസ്റ്റം ഇംപ്ലിമെൻറ്റേഷനാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു അമേരിക്കൻ മോഡൽ ഹോസ്പിറ്റൽ ഇവിടെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല, പക്ഷേ നല്ല നല്ല വാല്യൂസുള്ള നല്ല ബെസ്റ്റ് പ്രാക്ടീസസ് ഇവിടെ ഉണ്ടാക്കണം. ഫോർ എക്സാമ്പിൾ, ഡോക്ടർമാർ പേഷ്യൻറ്റിനെ വെളിയിൽ പോയി വിളിക്കുക, ദാറ്റ് ഈസ് എ ഗുഡ് തിങ്. നിങ്ങൾക്ക് തന്നെ നല്ലപോലെ ഫീൽ ചെയ്യും. നിങ്ങളുടെ പേര് പറഞ്ഞ് വിളിക്കുക, നിങ്ങളെ ഫോളോ അപ്പ് ചെയ്യുക. നിങ്ങളുടെ അടുത്ത് ഒരുപാട് CTയും MRI എടുക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ട് പറയാതിരിക്കുക. നിങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഫങ്ഷണൽ ആസ്പെക്റ്റ് പേഷ്യൻറ്റും, ഞങ്ങൾ ഗസ്റ്റ് എന്നാണ് പേഷ്യൻറ്റ് പറയുന്നത്, ഗസ്റ്റുമായിട്ടുള്ള ആ റിലേഷൻഷിപ്പ് ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള പല വിധത്തിലുള്ള ആസ്പെക്റ്റ് നോക്കും. പലപ്പോഴും നിങ്ങൾക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം, ആക്ച്വലി പേഷ്യൻസ് ആർ ഫോർ പേഷ്യൻസ് എന്നുള്ള ഒരു ഫിലോസഫി. ഇഫ് യു ഡിമാൻഡ് ബെറ്റർ യു ഗെറ്റ് ബെറ്റർ. ഇഫ് യു ആസ്ക് എ ഡോക്ടർ വൈ, എന്തുകൊണ്ട് ഈ ആൻറ്റിബയോട്ടിക് നിങ്ങൾ എനിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു എന്ന് ചോദിക്കണം. എന്തുകൊണ്ട് ഈ ആവശ്യമില്ലാത്ത മരുന്ന് തരുന്നു, നിങ്ങൾ എന്തിനാണ് CT എടുക്കുന്നത്, എന്തുകൊണ്ട് പബ്ലിക് അത് ചോദിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇവിടെ. ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ വിദേശ രാജ്യങ്ങളിലും അവർ ചോദിക്കും, ഞാനൊരു CT എടുത്താൽ ഉടനെ അവർ ചോദിക്കും, എന്തിനാണ് ഡോക്ടറെ CT, വാട്ട് ആർ യു സസ്പെക്റ്റിംഗ്? ആൻഡ് അതിവിടെ ചോദിക്കില്ല. ആൻഡ് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർമാർ ചൂടായെന്നിരിക്കും, എനിക്കറിയാം. അപ്പോൾ അങ്ങനെ നിങ്ങളുടെ ഹെൽത്ത് കെയറിന് വേണ്ടി നിങ്ങൾ സ്റ്റഡി ചെയ്യണം. ഇന്നിപ്പോൾ ഗൂഗിളിലും അതിലും എല്ലാമായിട്ട് എന്ത് വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി ചെയ്യാം. അപ്പോൾ അത് പ്രിപ്പയർഡായിട്ട് യു ഷുഡ് കം ഫോർ to look after your health. So patients should be for patient safety. ഞങ്ങൾ ഡോക്ടർമാരെ മോണിറ്റർ ചെയ്യും, അവരുടെ ബിഹേവിയർ മോണിറ്റർ ചെയ്യും. അത് കാരണം they will start performing better. പെർഫോമിങ് ബെറ്റർ എന്ന് വെച്ചാൽ ഫൈനാൻസ് പെർഫോമൻസ് അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബിഹേവിയർ, അവരുടെ ഫോളോ അപ്പ്, അവരുടെ ഇന്ന് എനിക്കൊരു എഴുത്ത് കിട്ടി. ഇന്ന് രാവിലെ ഞാൻ മറുപടി അയച്ചിട്ടാണ് വരുന്നത്. അതായത് തമിഴ്നാട്ടിൽ വന്നിട്ട് ഞങ്ങളുടെ ഒരു ഡോക്ടർ കണ്ടു. അദ്ദേഹത്തിൻ്റെ അടുത്ത് അവസാനം ഒരു 1-2 ചോദ്യം ചോദിച്ചപ്പോൾ അയാൾക്ക് ഇഷ്ടമായില്ല.
ഞാൻ 10-15 വർഷമായിട്ട് പഠിച്ചതല്ലേ, എന്നിട്ട് ഞാൻ അത് പറഞ്ഞിട്ട് നിങ്ങളെന്താ വിശ്വസിക്കാത്തത്? തെങ്കാശി എന്നുള്ളൊരു പേഷ്യൻ്റ് എനിക്ക് ഇന്ന് എഴുതിയ, ഞാൻ അത് ഡോക്ടറെ അടുത്ത് ഫോർവേഡ് ചെയ്തു. അതിന് സമയം കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഡോക്ടറെ വിളിച്ച് സംസാരിക്കും തിരിച്ചു വന്നതിന് ശേഷം. സോ ദർ ഈസ് എ ലോട്ട് ഓഫ് എഫിഷ്യൻസീസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും അതിന് ഒരുപാട് പബ്ലിക് അതിന് കോൺട്രിബ്യൂട്ട് ചെയ്യണം, പബ്ലിക് അത് ഡിമാൻഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അല്ലാതെ ഡോക്ടർമാരുടെ പെർഫോമൻസ് നോക്കിയിട്ട് അവരെ കൊണ്ട് അൺനെസസറി ഇൻവെസ്റ്റിഗേഷൻസ് ചെയ്യിപ്പിക്കുന്ന ഒരു സിസ്റ്റവും ഒരു എത്തിക്കൽ ഹോസ്പിറ്റലും കാണില്ല. ചില ഹോസ്പിറ്റലിലും കാണും. മനുഷ്യൻ്റെ എല്ലാവരും ഒരുപോലല്ല, തെറ്റുകൾ കാണിക്കുന്ന. വി ആർ നോട്ട് ഇൻഫാലിബിൾ. സം ഡോക്ടേഴ്സ് വിൽ കാണും ജനറലായിട്ട്, പക്ഷേ അങ്ങനെ ഇല്ല എന്നുള്ള ഒരു വളരെ ബോധത്തോടുകൂടി തന്നെയാണ് ഈ ഹെൽത്ത് കെയർ ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കേരളത്തിലേക്ക് വന്നത്. ഐ ഡോണ്ട് നോ ഐ ആൻസർഡ് യു ഓർ നോട്ട്, പക്ഷേ ഓക്കെ, താങ്ക് യു. നമസ്കാരം സാർ. 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന് ഡോക്ടർ സഹദുള്ള സാറിനോടാണ്. നേരത്തെ ഇവിടെ പറഞ്ഞു, ഡോക്ടർ അൽത്താഫ് പറഞ്ഞു, അതായത് കേരളത്തിൻ്റെ, പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ജീവിതശൈലി രോഗങ്ങൾ, ലൈഫ് സ്റ്റൈൽ ഡിസീസിന് മോർബിഡിറ്റി കുറയ്ക്കാനായിട്ട് പാർക്കുകളില്ല, അല്ലെങ്കിൽ സ്ട്രേ ഡോഗ്സിനെ കണ്ടെയ്ൻ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങളില്ല. അങ്ങയുടെ നിങ്ങളെ കിംസ് അല്ലെങ്കിൽ അതുപോലെയുള്ള FDI ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്ന നിങ്ങളുടെ CSR ഫണ്ട് കൊണ്ട് നിങ്ങൾ 1 കോടിയിലോ 2 കോടിയിലോ നമ്മുടെ സബ്സ്റ്റാൻഷ്യലായിട്ടുള്ള 5 പ്രോജക്റ്റുകൾ ഒന്ന് വിശദീകരിക്കാമോ? അല്ലെങ്കിൽ ഒരു 3 പ്രോജക്ട്സ് എന്തുകൊണ്ട് പൊതുജനാരോഗ്യത്തിൻ്റെ ബെറ്റർമെൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ CSR ഫണ്ട് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ചെയ്ത ഒരു 5 കാര്യങ്ങളോ അല്ലെങ്കിൽ 3 കാര്യങ്ങൾ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 കാര്യങ്ങൾ, വിച്ച് ഈസ് ഇമ്മീഡിയറ്റ്ലി അഡ്രസ്സിങ് the things which he has said. The government does not have money, we don't have parks, we don't have space, we don't have. പിന്നെ രണ്ടാമത്തെ ചോദ്യം ഡോക്ടർ അൽത്താഫിനോടും അതുപോലെ ഡോക്ടർ പ്രദീപിനോടുമാണ്. നമ്മുടെ ഹെൽത്ത് ലിറ്ററസി കോമൺ പേഷ്യൻ്റ് വെരി വാല്യുബിളാണ്. ഡോക്ടർ വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ കേട്ടുകൊണ്ട് പോകുന്നില്ല. പക്ഷേ ഒരു HIPAA റൂൾ പോലുള്ള റൂള് ഡോക്ടർ ഹാസ് ടു എക്സ്പ്ലെയിൻ നോ മാറ്റർ വാട്ട്. പേഷ്യൻ്റ് ചോദിച്ചാലും പേഷ്യൻ്റ് ചോദിച്ചില്ലെങ്കിലും എന്തുകൊണ്ട് CT എടുത്തു, എന്തുകൊണ്ട് ഞാൻ ആൻറ്റിബയോട്ടിക് പ്രിസ്ക്രൈബ് ചെയ്തു, എന്തുകൊണ്ട് ഞാൻ MRI ചെയ്തു എന്ന് ചെയ്യാനുള്ള ഒരു റെഗുലേറ്ററി എൻവയോൺമെൻറ്റ് ഇനിഷ്യേറ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ സംഘടനകൾ, IMA പോലുള്ള സംഘടനകൾ, നിങ്ങൾ ഡോക്ടേഴ്സ് ഇറ്റ്സെൽഫ്, നിങ്ങൾ എന്തുകൊണ്ടൊരു മാതൃകയാക്കുന്നില്ല? ഈ 2 ചോദ്യങ്ങളാണ് എനിക്ക് ചോദിക്കാറുള്ളത്. അതായത് നിലവിൽ രോഗികൾക്ക് അവരുടെ ചികിത്സയുമായി ബന്ധപ്പെട്ട് ഏത് കാര്യങ്ങൾ ചോദിക്കാനുള്ള അവകാശമുണ്ട്. രേഖാമൂലം അത് കൊടുക്കേണ്ട ബാധ്യത ഇന്ന് നിലവിലെ നിയമപ്രകാരം എല്ലാ ആശുപത്രികൾക്കും ഡോക്ടർമാർക്കുണ്ട്. അത് നിർബന്ധമായിട്ട് കൊടുക്കുന്നതാണ്. പിന്നെ വിശദീകരണവുമായി ബന്ധപ്പെട്ടുള്ളത് ഓരോ ആളുകളുടെ കമ്മ്യൂണിക്കേഷൻ്റെ ഡിഫറൻസാണ് പലപ്പോഴും ഉണ്ടാകുന്നത്. അതേസമയം റെഗുലേറ്ററി ബോഡീസായിട്ട് ഇപ്പോഴും മെഡിക്കൽ കൗൺസിലുകളും ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൗൺസിലും 2 കൗൺസിലും വളരെ എഫിഷ്യൻ്റായിട്ട് കേരളത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഇത്തരം രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ പരാതികളുണ്ടെങ്കിൽ അവർക്ക് അതിൽ സമർപ്പിക്കാവുന്നതാണ്. പക്ഷേ അതല്ലാതെ രീതിയിൽ ചോദിക്കാനുള്ള അവകാശത്തെ ആരും നിഷേധിക്കാൻ പാടില്ല. ഒരു രോഗിയുടെ ചോദിക്കാനുള്ള അവകാശത്തെ ഓണർ ചെയ്തുകൊണ്ട് തന്നെയാണ് മെഡിക്കൽ പ്രൊഫഷൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ പല ആളുകളുടെയും പെർസ്പെക്റ്റീവുകൾ ഡിഫറൻ്റ് ആയിരിക്കും. ഓരോ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പുകൾ ഉണ്ടാവാം, കമ്മ്യൂണിക്കേറ്റ് രീതികൾ വ്യത്യാസം ഉണ്ടാവാം. പലപ്പോഴും ഞാൻ 1-2 നേരിട്ടിനെ കണ്ടിട്ട് വഴിയിലൂടെ ഡോക്ടർ ധൃതി പിടിച്ച് കാഷ്വാലിറ്റിക്ക് പോകുമ്പോൾ എൻ്റെ മുമ്പിലുണ്ടായ സംഭവമാണ്. അദ്ദേഹത്തെ തടഞ്ഞു വെച്ചുകൊണ്ട് ഇതൊന്ന് നോക്കി തരുമോ എന്ന് ചോദിക്കും. അപ്പോൾ ഡോക്ടർ ഞാൻ എമർജൻസി ആയിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കും, ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. പെട്ടെന്ന് ഞാനിപ്പോൾ ആ കാഷ്വാലിറ്റിക്ക് പോയിട്ട് എമർജൻസി നോക്കിയിട്ട് വരാം, നിങ്ങളവിടെ നിന്നോളൂ പറഞ്ഞപ്പോൾ അവിടെ നിന്ന് ബഹളം ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട്. 2 രീതിയിലാണ് പെർസ്പെക്റ്റീവ്. യു ക്യാൻ ആസ്ക് എനി ഡൗട്ട്, ഏത് ഡൗട്ടും നിങ്ങൾക്ക് ചോദിക്കാനുള്ള അവകാശം പേഷ്യൻ്റ് റൈറ്റാണ്. അത് പറഞ്ഞു തരുന്ന ഉത്തരവാദിത്വം ഡോക്ടർക്കുണ്ട്. അതേസമയം അതിൻ്റേതായിട്ടുള്ള ഒരു സാഹചര്യം കൂടി എടുക്കണമെന്ന അഭ്യർത്ഥന എനിക്ക്. രണ്ടാമത്തെ കാര്യം, റെഗുലേറ്ററി ആയിട്ട് ഇപ്പോഴും റെഗുലേറ്ററി അതോറിറ്റീസ് ഉണ്ട്. ഹോസ്പിറ്റൽസിനായിട്ട് റെഗുലേറ്ററി അതോറിറ്റി, ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് കൗൺസിലുണ്ട്. ഡോക്ടർമാർക്ക് അത് റെഗുലേറ്ററി അതോറിറ്റി, മെഡിക്കൽ കൗൺസിലും ഉണ്ട്. രണ്ടും ഇപ്പോൾ നിലവിൽ വളരെ എഫിഷ്യൻ്റായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടെ അനുബന്ധമായിട്ട് പറയാം. ഇതിൽ തന്നെ ഇപ്പോൾ പ്രൈവറ്റ് സെക്ടറുണ്ട്, ഗവൺമെൻറ് സെക്ടറിൻ്റെ കാര്യമുണ്ട്. ഗവൺമെൻറ് സെക്ടറിൻ്റെ കാര്യത്തിലാണെങ്കിൽ ഈ രോഗി സാന്ദ്രതയും രോഗികളുടെ എണ്ണത്തിൻ്റെ കാര്യത്തിൽ പെർ ഡോക്ടർ എത്ര പേഷ്യൻസിനെയാണ് വിതിൻ 2-3 hours നോക്കേണ്ടത്. ഈ ഒരു കണക്കൊക്കെ നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റിൽ താഴെയൊക്കെ ആയിരിക്കും പലപ്പോഴും ഒരു രോഗിക്ക് വേണ്ടി OP-യിൽ സമയം ചെലവഴിക്കാൻ കിട്ടുക ഇപ്പം നിലവിലുള്ള സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർ പേഷ്യൻ്റ് ആ കമ്മ്യൂണിക്കേഷൻ്റെ കാര്യത്തിൽ വലിയ ഗുരുതരമായൊരു ഗ്യാപ്പ് ഉണ്ട് ഇപ്പോഴും. പിന്നെ അതോടൊപ്പം തന്നെ ഡോക്ടർമാർക്ക് ട്രെയിനിങ്ങിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പം പുതിയ 2019 മെഡിക്കൽ കരിക്കുലം, കോമ്പീറ്റൻസി ബേസ്ഡ് കരിക്കുലം അനുസരിച്ച് ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷനും പേഷ്യൻ്റ് റിലേഷൻഷിപ്പിനും ഒക്കെ ഉള്ള ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു റിസൾട്ട് നമുക്ക് ഭാവിയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം. തീർച്ചയായും CSR പ്രോജക്റ്റിനെ പറ്റി ഞാൻ പറയാം. അതുമാത്രം വളരെ കുറച്ച് പെർസെൻറ്റേജ് ഡോക്ടേഴ്സ് അങ്ങനെ ഒരു കുഴപ്പമായിട്ടുള്ള കാണുള്ളൂ. അവരടുത്ത് പറയുന്നുണ്ട് ഡോക്ടേഴ്സ് ഹാവ് റൈറ്റ്സ്, പേഷ്യൻസ് ഹാവ് റൈറ്റ്സ് ആൻഡ് മാനേജ്മെൻറ്റ് ഓൾസോ ഹാസ് ഓൾവേസ് ഗോയിങ് ആൻഡ് ഡൂയിങ്. അതാണ് ഞങ്ങളുടെ ജോലി പ്രധാനമായിട്ട്. പക്ഷേ CSRനെ പറ്റി പറയാം. CSRൻ്റെ വളരെ കൃത്യമായിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ മോണിറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് CSR. ഒരു വർഷം
നിങ്ങളുടെ കയ്യിലുള്ള ഉണ്ടാക്കിയ ലാഭത്തിൻ്റെ 2.5% വി ഷുഡ് ബി സ്പെൻഡ് ഫോർ നെക്സ്റ്റ് ഇയർ ബിഫോർ ദി എൻഡ് ഓഫ് ദ ഫൈനാൻഷ്യൽ ഇയർ. നിങ്ങൾ അത് സൊസൈറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം. എങ്ങനെ അത് സൊസൈറ്റിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് തന്നെ ഡിസൈഡ് ചെയ്യാം. നിങ്ങൾക്കൊരു കമ്മിറ്റി വേണം, ബോർഡ് വേണം. അപ്പോൾ അത് ബോർഡ് ലെവലിൽ ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. സാധാരണ 3 ഹെഡിങ്ങിലാണ്: ഹെൽത്ത്, എഡ്യൂക്കേഷൻ ആൻഡ് ESG. ഈ 3 ESG എന്ന് പറയുന്നത് അറിയാമല്ലോ, എൻവയോൺമെൻറ്റ്. ഈ 3 ഹെഡിങ്ങിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. ആൻഡ് പലപ്പോഴും നമുക്ക് തോന്നാം ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് ഒരു എമൗണ്ട്, ബിക്കോസ് വി ആർ സ്പെൻഡിങ് അബൌട്ട് 3.5 to 4 crores പെർ ഇയർ ഫോർ CSR. അതിന് കംപ്ലീറ്റ് ആയിട്ട് സൊസൈറ്റൽ ഇമ്പാക്റ്റിന് വേണ്ടി തന്നെയാണ്. ഫ്രം ട്രൈബൽ ആർട്ടിഫിഷ്യൽ ലെഗ് കൊടുക്കുന്ന 3,000 people കംപ്ലീറ്റ്ലി ഫ്രീ ആർട്ടിഫിഷ്യൽ ലെഗ് വി ഹാവ് ഗിവൺ ലാസ്റ്റ് ഇയർ. ആൻഡ് അങ്ങനെ 3-4 ഏരിയയിൽ വി ഹാവ് എ ട്രസ്റ്റ് വെയർ അഫോർഡബിൾ പീപ്പിൾ, ഫോർ എക്സാമ്പിൾ ലിവർ ട്രാൻസ്പ്ലാന്റ് വന്നു, അവർക്ക് കുറച്ച് പൈസയെ തരാൻ പറ്റുള്ളൂ, ബാക്കി തരാൻ പറ്റില്ല, അവർക്ക് വേണ്ടി ചിലവാക്കുക. അപ്പോൾ വിത്തിൻ ദ ലിമിറ്റേഷൻസ് ആൻഡ് ഓഡിറ്റിംഗ് ഞങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് CSR ഫണ്ട് ചിലവാക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം കൂടെ ഒരുമിച്ച് ഒരു പർപ്പസിന് വേണ്ടി ചിലവാക്കിയാൽ വളരെ ഇമ്പോർട്ടൻറ്റ് പോയിൻ്റ് അതൊരു നല്ല ഇമ്പാക്റ്റ് ഉണ്ടാവും. അതിന് മേജർ സൊസൈറ്റൽ ഇമ്പാക്ട്. ഫോർ എക്സാമ്പിൾ ഇൻഷുറൻസ് എടുക്കാനായിട്ട്, മെഡിക്കൽ ഇൻഷുറൻസ് കുറച്ച് പേർക്ക് കൊടുക്കാനായിട്ട് ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ അസ്. അതിന് ഉപയോഗിക്കാൻ പാടില്ല എന്നത് ഗവൺമെൻറ് റൂളാണ്. പക്ഷേ ഓൾ അവർ എംപ്ലോയീസ് ഇൻ ദ ഹോസ്പിറ്റൽ ആർ കംപ്ലീറ്റ്ലി ഇൻഷുർഡ്, മെഡിക്കലി ഇൻഷുർഡ് എംപ്ലോയീസ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ അത് CSR ഫണ്ട് കൊണ്ടല്ല. അപ്പോൾ CSR ഫണ്ട് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യും എന്നുള്ളൊരു ബോർഡ് ഡിസിഷൻ ആയതുകൊണ്ടാണ്. ബട്ട് യുവർ സജഷൻ ഈസ് ഗുഡ്. ഒരു ഏരിയ ഫോക്കസ് ചെയ്താൽ ഇമ്പാക്റ്റ് കൂടുതലായിരിക്കും. സോറി, താങ്ക് യു.